അപ്പൊ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസം. ഫിസിക്സിൽ നമ്മൾ പ്ലസ് ടുക്കാരാക്കാൻ പോവാണ്. രണ്ടാം വർഷ ഫിസിക്സിന്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. പ്ലസ് ടുവിന് നമുക്ക് ഫിസിക്സില് ആകെ 14 ചാപ്റ്ററുകളാണ്, 14 ചാപ്റ്റേഴ്സ്. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം വരെ 15 ചാപ്റ്റർ ആയിരുന്നു. ഈ വർഷം 14 ചാപ്റ്ററാണ്. കഴിഞ്ഞ വർഷം പ്ലസ് ടു പരീക്ഷ എഴുതുന്ന കുട്ടികൾ 14 ചാപ്റ്ററാണ് പഠിച്ചത്. അതിന് മുമ്പത്തെ വർഷം വരെ 15 ചാപ്റ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ലാസ്റ്റ് ചാപ്റ്ററിനെ ഒഴിവാക്കിയിട്ടുണ്ട് ഈ ലാസ്റ്റ് ഇയർ മുതൽ. അപ്പൊ നമുക്ക് 14 ചാപ്റ്ററിലേക്ക് അടുത്ത ജനുവരി ആവുമ്പോഴേക്കും എത്തണം. എന്നാലേ ഫെബ്രുവരി മാസത്തിൽ റിവിഷൻ ചെയ്യാനും മാർച്ച് മാസത്തിൽ പബ്ലിക് എക്സാമിനേഷൻ നടക്കുകയാണെങ്കിൽ നമുക്കത് ആത്മവിശ്വാസത്തോടു കൂടി നേരിടാനും പറ്റും. പ്ലസ് വണ്ണിന്റെ റിവിഷൻ യഥാവഴി നടക്കുന്നതിനോടൊപ്പം ആഴ്ചയിൽ ഒരു ദിവസം സെക്കൻഡ് ഇയറിന്റെ ക്ലാസ് ഞാൻ എടുക്കും. അപ്പൊ അതിൽ ആദ്യത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ 2 ചാപ്റ്ററും കൂടിയിട്ട് നമ്മൾ ജനറൽ ആയിട്ട് പറയാ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നാണ് ആദ്യത്തെ 2 ചാപ്റ്ററിനും കൂടിയിട്ടുള്ള കോമൺ പേര്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി ചാർജുകളെ കുറിച്ചുള്ള സ്റ്റഡി. സ്റ്റാറ്റിക്സ് നമുക്കറിയാം, സ്റ്റേഷനറി ആണ്. അപ്പൊ സ്റ്റേഷനറി ചാർജസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ആദ്യത്തെ 2 ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. പിന്നീട് വരുന്ന 3-ാമത്തെ ചാപ്റ്റർ കറന്റ് ഇലക്ട്രിസിറ്റിയാണ്. ഒഴുകുന്ന ചാർജുകളെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ഫ്ലോ ഓഫ് ചാർജസ് ആണ് ഇലക്ട്രിക് കറന്റ്. അതുമായി ബന്ധപ്പെട്ട ബ്രാഞ്ചാണ് കറന്റ് ഇലക്ട്രിസിറ്റി. പിന്നീട് അങ്ങോട്ട് കറന്റിന്റെ ഇഫക്റ്റുകളാണ് തുടർന്ന് വരുന്ന ചാപ്റ്റേഴ്സിൽ വരിക. 4-ാമത്തെ ചാപ്റ്ററിലെ കറന്റിന്റെ മാഗ്നറ്റിക് ഇഫക്റ്റ് ആണ് പഠിക്കുക. മാഗ്നറ്റിക് ഇഫക്റ്റ്, കറന്റ് പാസ് ചെയ്യുന്ന കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കും. അങ്ങനെ മാഗ്നറ്റിസത്തിലേക്ക് കയറും. പിന്നീട് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലേക്ക് വരും. അങ്ങനെ നമ്മളെ ചാപ്റ്ററുകൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലൂടെ പോയി ഒപ്റ്റിക്സിലേക്ക് കയറി മൈക്രോ ഡൊമൈനിലുള്ള ആറ്റംസും ന്യൂക്ലിയസും ഒക്കെ പഠിച്ച് അവസാനം ഇലക്ട്രോണിക്സിൽ അവസാനിക്കും. ഇതാണ് നമ്മളുടെ ഈ വർഷത്തെ ഒരു യാത്ര, 14 ചാപ്റ്ററുകൾ. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ തൽക്കാലം എല്ലാം കൂടി പറഞ്ഞ് നിങ്ങളെ ബേജാറാക്കുന്നില്ല. നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലേക്ക് വരാം. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക്സ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് സ്റ്റേഷനറി ചാർജസ്. ഒഴുകാത്ത സ്റ്റേഷനറി ആയിട്ടുള്ള ചാർജിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ, 2 ചാപ്റ്ററാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ ചാപ്റ്ററാണ്, ചാപ്റ്ററിന്റെ പേര് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. 2-ാമത്തെ ചാപ്റ്ററിന്റെ പേര് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇത് രണ്ടും വരുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഞങ്ങളിപ്പോ പേപ്പർ വാല്യുവേഷന് പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു 5-8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. 8ഓ 9ഓ മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും അതിൽ നിന്ന് ആ ഭാഗങ്ങളൊക്കെ വരും ഫോക്കസ് ഏരിയനായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ. അപ്പൊ നമ്മളിപ്പോ പഠിപ്പിക്കുമ്പോൾ ഫോക്കസ് ഏരിയക്ക് പുറത്തും എല്ലാം പറയും. ഫോക്കസ് ഏരിയ എന്നാണ് നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഫോക്കസ് ഏരിയ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഇയറിന്റെ. അതിന് പുറമെ പ്രധാനപ്പെട്ട കുറച്ചും കൂടി പോയിന്റ്സ് പറഞ്ഞിട്ടായിരിക്കും നമ്മളെ ക്ലാസ് മുന്നോട്ട് പോകുന്നുണ്ടാവുക. കഴിയുന്നതും ക്ലാസ്സുകളൊന്നും മുടങ്ങാതെ ലൈവായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. എന്നാലേ നമുക്കിത് ഒപ്പം പഠിച്ചു പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പ്ലസ് 1ഉം പ്ലസ് 2ഉം കൂടി നിങ്ങൾ കൂട്ടിക്കലരും. ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്ന പോലെ പഠിച്ചാൽ സെക്കൻഡ് ഇയർ ഒരു ബുദ്ധിമുട്ടില്ലാതെ നിങ്ങളിലേക്ക് എത്തും. ആഴ്ചയിൽ ഒരൊറ്റ ക്ലാസ് എനിക്ക് കിട്ടിയാണ്. അപ്പൊ വിക്ടേഴ്സ് ചാനലിനൊപ്പം പോകാൻ പറ്റും. മറ്റേത് നമുക്ക് 2ഓ 3ഓ ക്ലാസ് കൊണ്ട് ഓരോ ചാപ്റ്റർ ഓരോ ആഴ്ചയിൽ റിവിഷനും തീർത്തു പോയാൽ സ്വസ്ഥമായിട്ട് നമുക്ക് ജൂലൈ പകുതി ആകുമ്പോഴേക്കും പോർഷൻസ് റിവിഷൻ ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ ആദ്യത്തെ പോയിന്റ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആദ്യത്തെ പോയിന്റ് ആണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി നിങ്ങൾ പണ്ട് തന്നെ കേട്ടിട്ടുണ്ടാവും. നല്ല റഫായിട്ടുള്ള മുടി, എണ്ണയൊന്നും തേക്കാത്ത ഒരു മുടിയില് ഒരു ചീർപ്പ് കൊണ്ട്, കുറച്ച് ബലമുള്ള ചീർപ്പ് കൊണ്ട് ചീന്തിയാൽ ആ ചീർപ്പിന്, ആ കോമ്പിന് ചെറിയ പേപ്പർ സ്പർശിക്കാനുള്ള കഴിവുണ്ടാവും. നല്ല റഫായ മുടി ഒരു ചീർപ്പ് ഉപയോഗിച്ച് ചീന്തിയാൽ
ആ ചീർപ്പിന് ചെറിയ പേപ്പർ കഷ്ണങ്ങളെ ആകർഷിക്കാനുള്ള കഴിവ് കാണുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? നമ്മൾ രണ്ട് വസ്തുക്കൾ തമ്മിൽ ഉരയ്ക്കുമ്പോൾ, അടുത്ത കേസിൽ അത് മുടിയും ചീർപ്പുമായിരുന്നു. രണ്ട് വസ്തുക്കൾ തമ്മിൽ ഉരയ്ക്കുമ്പോൾ അവർക്കിടയ്ക്കുണ്ടാകുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇങ്ങനെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് വഴി ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്ക് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. രണ്ട് വസ്തുക്കൾ തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ അവർക്കിടയ്ക്കുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്ക് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഒഴുകും എന്നല്ല ഞാൻ പറഞ്ഞു, ഉരച്ചിട്ട് അങ്ങോട്ട് ചാടും, ഒഴുകിപ്പോണതല്ല. ഇങ്ങനെ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട വസ്തുവിന് എന്ത് ചാർജാവും ഉണ്ടാവുക? പോസിറ്റീവ് ചാർജും. ഇലക്ട്രോൺ കിട്ടിയ ആ വസ്തുവിന് നെഗറ്റീവ് ചാർജും ഉണ്ടാവും. ഇങ്ങനെ വസ്തുക്കൾ രണ്ട് തരത്തിലുള്ള ചാർജിലേക്ക് മാറുന്നു. ആദ്യം എല്ലാ വസ്തുക്കളും ന്യൂട്രലാണ് എന്ന് പറഞ്ഞാൽ ചാർജ് ഒന്നുമില്ല, ചാർജ് പൂജ്യമാണ്. നമുക്കറിയാം എല്ലാ വസ്തുക്കളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റംസ് കൊണ്ടാണ്. ആറ്റംസിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസ് ഉള്ള ന്യൂക്ലിയസും ഉണ്ട്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസും അതിനു ചുറ്റും കറങ്ങുന്നുണ്ട്. ഈ പ്രോട്ടോൺസിന്റെ എണ്ണവും ഇലക്ട്രോൺസിന്റെ എണ്ണവും തുല്യമായതുകൊണ്ട് പോസിറ്റീവും നെഗറ്റീവും കൂടി കൂട്ടിയാൽ ആകെ ചാർജ് ഏതൊരു ആറ്റത്തിനും പൂജ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ആറ്റങ്ങൾ ചേർന്നുണ്ടായ ഏതൊരു വസ്തുവും ടോട്ടൽ ചാർജ് പൂജ്യമാണ്. പറയുന്ന പോയിന്റുകൾ മനസ്സിലാക്കുക. ആകെ ചാർജ് ഏതൊരു വസ്തുവിനും പൂജ്യമാവാൻ കാരണം അതിലുള്ള ആറ്റങ്ങളിൽ എത്രയൊക്കെ പ്രോട്ടോൺസ് ഉണ്ടോ അത്രയും ഇലക്ട്രോൺസും ഉണ്ടോ. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോയി. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസും തമ്മിൽ ക്യാൻസൽ ചെയ്ത് ആകെ ചാർജ് എല്ലാ വസ്തുക്കൾക്കും പൂജ്യമാണ്, ന്യൂട്രലാണ്. ഇങ്ങനെ ന്യൂട്രൽ ആയിട്ടിരിക്കുന്ന രണ്ട് വസ്തുക്കൾ. ഇനി ഞാൻ ശരിക്കുള്ള എക്സാമ്പിളിലേക്ക് വരാം. മുടിയും ചീർപ്പൊക്കെ പറഞ്ഞ പോലെ നമുക്ക് തൽക്കാലം ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട എക്സാമ്പിൾ ഗ്ലാസും സിൽക്കും. ഒരു സിൽക്കിന്റെ തുണി, ഒരു ഗ്ലാസ്, ഇത് രണ്ടും തമ്മിൽ അങ്ങോട്ട് റബ്ബ് ചെയ്യുക, ഉരയ്ക്കുക. അപ്പോൾ ഗ്ലാസിൽ നിന്നും ഇലക്ട്രോൺസ് സിൽക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഗ്ലാസിൽ നിന്നും സിൽക്കിലേക്ക് ഇലക്ട്രോൺസ് ഇവർ തമ്മിൽ ഉരയ്ക്കുമ്പോഴുണ്ടായ ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. നേരത്തെ ന്യൂട്രൽ ആയിരുന്നു ഗ്ലാസും സിൽക്കും, പക്ഷെ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറഞ്ഞു പോയി ഗ്ലാസിന്, കാരണം അത് സിൽക്കിലേക്ക് കയറി. അതുകൊണ്ട് ഇലക്ട്രോൺസ് കുറഞ്ഞതോടുകൂടി അവിടെ പ്രോട്ടോൺസിന്റെ എണ്ണവും കൂടുതൽ ഉണ്ടാവുക. അതായത് ഗ്ലാസിന് പോസിറ്റീവ് ചാർജ് കിട്ടി. എത്ര പോസിറ്റീവ് ചാർജ് കിട്ടി? എത്ര ഇലക്ട്രോൺസ് പോയോ അതിന് തുല്യമായ പോസിറ്റീവ് ചാർജ് കിട്ടി. ഇലക്ട്രോണിന്റെ ചാർജും പ്രോട്ടോണിന്റെ ചാർജും തുല്യമാണ്. അപ്പൊ ഇലക്ട്രോൺസ് എത്ര എണ്ണം പോയോ അതിന് പകരമായിട്ടുള്ള പോസിറ്റീവ് ചാർജ് ആ ഗ്ലാസിന് കിട്ടി. അതേ സമയത്ത് സിൽക്കിനാണ് ആ ഇലക്ട്രോൺസ് ഒക്കെ കിട്ടിയത്. ഇലക്ട്രോൺസ് വേറെ എവിടേക്കും പോയിട്ടൊന്നുമില്ല, സിൽക്കിലേക്ക് വന്നു ചേർന്നു. നേരത്തെ പ്രോട്ടോൺസും ഇലക്ട്രോൺസും തുല്യമായിരുന്നു സിൽക്കില്, അതുകൊണ്ട് അത് ന്യൂട്രൽ ആയിരുന്നു. ഇപ്പൊ ഇലക്ട്രോൺസിനെ ഫ്രിക്ഷൻ വഴി കിട്ടിയതോടുകൂടി ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുതലായി ആർക്ക്? സിൽക്കിന്. അതുകൊണ്ട് സിൽക്കിന്റെ തുണിയിൽ നെഗറ്റീവ് ചാർജ് കൂടുതലായി. ചുരുക്കി പറഞ്ഞാൽ ഗ്ലാസും സിൽക്കും റബ്ബ് ചെയ്തതിനു ശേഷം ഗ്ലാസിന് പോസിറ്റീവ് ചാർജും സിൽക്കിന് നെഗറ്റീവ് ചാർജും കിട്ടി. ഇങ്ങനെ ഒരു വസ്തുവിന് ഫ്രിക്ഷൻ വഴി ചാർജ് കിട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. മനസ്സിലായി വിചാരിക്കും. ഫ്രിക്ഷൻ വഴി ഒരു വസ്തുവിന് ചാർജ് ലഭിക്കുന്നതിനെ പറയുന്ന പേരാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. ഫോർ എക്സാമ്പിൾ, ഗ്ലാസും സിൽക്കും തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ വഴി ഗ്ലാസിൽ നിന്ന് ഇലക്ട്രോൺസ് കുറച്ചെണ്ണം സിൽക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ഗ്ലാസിന് പോസിറ്റീവ് ചാർജും സിൽക്കിന് നെഗറ്റീവ് ചാർജ് ആവുകയും ചെയ്യും. ഇതാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റിക്ക് എക്സാമ്പിൾ. അതെന്റെ ഗ്ലാസിന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് സിൽക്കിന് ഇലക്ട്രോൺ കിട്ടിയത് തിരിച്ചായിക്കൂടെ? അവിടെയാണ് എല്ലാ വസ്തുക്കൾക്കും ഒരു ഇലക്ട്രോൺ പോസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഏതൊരു വസ്തുവിനും ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവ് ഉണ്ട്. അത് കൂടുതലുള്ള വസ്തുവാണ് ഗ്ലാസ്, അത് കുറവുള്ള വസ്തുവാണ് സിൽക്ക്. അപ്പൊ ഗ്ലാസും സിൽക്കും കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ കഴിവ് കൂടുതൽ ഗ്ലാസിനാണ്, മേടിക്കാൻ കഴിവ് സിൽക്കിനാണ്. അതുകൊണ്ട് അവർ തമ്മിൽ ഉരച്ചപ്പോൾ സിൽക്കിന് ഇലക്ട്രോണിനെ കിട്ടി, ഗ്ലാസിന് ഇലക്ട്രോണിനെ പോയി. ഇതേപോലെ ഏത് രണ്ട് വസ്തുക്കൾ ഉരച്ചാലും ആർക്കാണോ ഇലക്ട്രോൺ പോസിറ്റിവിറ്റി കൂടുതൽ
അയാൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ആർക്കാണോ ഇലക്ട്രോൺ പോസിറ്റിവിറ്റി കുറവ് അയാൾ ഇലക്ട്രോണിനെ സ്വീകരിക്കും. അപ്പൊ ഗ്ലാസും സിൽക്കും ആകുമ്പോൾ ഇലക്ട്രോൺ പോസിറ്റിവിറ്റി, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവ് ഗ്ലാസിന് കൂടുതലായതുകൊണ്ട് ഗ്ലാസ് ഇലക്ട്രോണിനെ വിട്ടു, സിൽക്ക് അതിനെ പിടിച്ചു, സിൽക്കിന്റെ തുണി. അപ്പൊ ഇതാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ there are 2 types of charges. അങ്ങനെ 2 ടൈപ്പ് ഓഫ് ചാർജ് ഉണ്ട് എന്ന് ആദ്യം പറഞ്ഞ ശാസ്ത്രജ്ഞന്റെ പേര് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. There are 2 types of charges according to Benjamin Franklin. ഏതൊക്കെയാണത്? One is called positive charge and the other is called negative charge. Okay. ചാർജ് അവിടെ കിട്ടാനുള്ള കാരണം എന്താന്ന് പറഞ്ഞു? ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടപ്പോഴാണ് ഫ്രിക്ഷൻ വഴി അവിടെ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി ഉണ്ടായത്. പല കാരണങ്ങൾ കൊണ്ടും ചാർജ് കിട്ടാം, അതിലൊരു വഴിയാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. എന്തായാലും ബേസിക് ആയിട്ട് 2 types of charges and they are positive charge and negative charge. അത് ആദ്യമായി പറഞ്ഞ ശാസ്ത്രജ്ഞന്റെ പേര് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. അപ്പൊ എന്താണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് മനസ്സിലായി. ഇനി അതിൽ നിന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഞാൻ പറയാം. ഗ്ലാസും സിൽക്കും തമ്മിൽ ഉരച്ചു, ഗ്ലാസിൽ നിന്ന് ഇലക്ട്രോൺസ് സിൽക്കിലേക്ക് പോയി, അതുകൊണ്ട് ഗ്ലാസിന് പോസിറ്റീവും കിട്ടി, സിൽക്കിന് നെഗറ്റീവും കിട്ടി, തുല്യം. ചോദ്യം, ഈസ് ദർ എനി ചേഞ്ച് ഇൻ മാസ് ഓഫ് ദ 2 bodies ഡ്യൂ ടു ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി? ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി കാരണം ഈ ഗ്ലാസിനും സിൽക്കിനും മാസിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നോ? ഒലായിച്ച് നോക്കൂ. ഗ്ലാസ്സിൽ ഉണ്ടായിരുന്ന ഇലക്ട്രോൺസിനെ നഷ്ടപ്പെട്ടു. സ്വാഭാവികമായിട്ടും ഗ്ലാസിന്റെ മാസ് കുറയും. പക്ഷെ ഇലക്ട്രോണിന്റെ മാസൊക്കെ വളരെ കുറവായതുകൊണ്ട് ആ കുറയുന്ന മാസ് വളരെ ചെറുതായിരിക്കും. സിൽക്കിന് ഇലക്ട്രോൺസിനെ കിട്ടി, സ്വാഭാവികമായിട്ടും സിൽക്കിന്റെ മാസ് ചെറുതായി ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രോണിന്റെ മാസ് വളരെ ചെറുതായതുകൊണ്ട് ചെറിയ മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പൊ ഗ്ലാസിന്റെ മാസ് ഡിക്രീസസ്, സിൽക്കിന്റെ മാസ് ഇൻക്രീസസ് ആഫ്റ്റർ ഫ്രിക്ഷൻ. ഗ്ലാസിന് പോസിറ്റീവ് ചാർജ്, സിൽക്കിന് നെഗറ്റീവ് ചാർജ്. ഈ പോയിന്റ് ഓർമ്മിക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഈസ് ദർ എനി ചേഞ്ച് ഇൻ മാസ് ഡ്യൂ ടു ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി? ആൻസർ ഈസ് യെസ്. That substance which loses electron will have a decrease in mass. That substance which acquire electron will have a slight increase in mass. ചെറുതായി ഒരാൾക്ക് കൂടും, ചെറുതായിട്ട് മറ്റേ ആൾക്ക് കുറയും. ഇലക്ട്രോൺ നഷ്ടപ്പെട്ട ആൾക്ക്, അതായത് പോസിറ്റീവ് ചാർജ് ആകുന്ന ആൾക്ക് മാസ് ഇത്തിരി കുറഞ്ഞിട്ടുണ്ടാവും. നെഗറ്റീവ് ചാർജ് ഉള്ള ആൾക്ക്, ഇലക്ട്രോൺ കിട്ടിയ ആൾക്ക് മാസ് ഇത്തിരി കൂടിയിട്ടുണ്ടാവും. ഇത്തിരി, സ്ലൈറ്റ് ഡിക്രീസ് ഓർ സ്ലൈറ്റ് ഇൻക്രീസ്. അപ്പൊ ആ പോയിന്റ് ഓർമ്മയിൽ വെക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് what are the properties of charges? ചാർജിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? What are the properties of charges? അതിൽ ആദ്യത്തെ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, ഫോക്കസ് ഏരിയയിലെ ആദ്യത്തെ ഒരു പോയിന്റ് ആണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഫോക്കസ് ഏരിയ എന്താണ്? ക്വാണ്ടൈസേഷൻ ചാർജ്. എന്താണ് ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ? ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എല്ലാ വാല്യൂസും പോസിബിൾ ആകാതിരിക്കുക. ചില പ്രത്യേക വാല്യൂസ് മാത്രം പോസിബിൾ ആകുന്നതിനെ പറയുന്ന പേരാണ് ക്വാണ്ടൈസേഷൻ. എല്ലാ വാല്യൂ ഇല്ലാതിരിക്കുക, ചില വാല്യൂസ് മാത്രം ഉണ്ടാവുക, അതിനെ പറയുന്ന പേരാണ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുക. ഇപ്പൊ ഞാൻ ഇതിനായിട്ട് ബന്ധമില്ലാത്തൊരു എക്സാമ്പിൾ പറയാം. ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്, ലിമിറ്റഡ് സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ ബസ് അത് എല്ലാ സ്റ്റോപ്പിലും നിർത്തുമോ? ഇല്ല. ഇപ്പൊ നിങ്ങൾ എടപ്പാളിൽ നിന്ന് കയറിയിട്ട് തൃശ്ശൂർക്ക് പോവുകയാണെങ്കിൽ ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ ആണെങ്കിൽ എവിടെ നിർത്തുക? എടപ്പാൾ കഴിഞ്ഞാൽ പിന്നെ നിർത്തുന്ന സ്ഥലം ചങ്ങരംകുളമാവും. ആലങ്കോട് സ്റ്റോപ്പിൽ ചോദിച്ചാൽ നിർത്തും, മാന്തളം സ്റ്റോപ്പിൽ ചോദിച്ചാൽ നിർത്തില്ല, പന്താവൂര് ചോദിച്ചാൽ നിർത്തില്ല, നേരെ കൊണ്ടുപോയിട്ട് ചങ്ങരംകുളത്തെ നിർത്തും. ചങ്ങരംകുളം കഴിഞ്ഞാൽ വളയംകുളത്ത് നിർത്തില്ല, പാവട്ടപ്പുറത്ത് നിർത്തില്ല, നേരെ പോയി കൊണ്ട് നിർത്തുക ചിലപ്പോ പെരുമ്പിലാവിലാവും. പെരുമ്പിലാവ് കഴിഞ്ഞാൽ അക്കിക്കാവിൽ സ്റ്റോപ്പില്ല, നേരെ കുന്നംകുളത്തെ നിർത്തുള്ളൂ. കുന്നംകുളം കഴിഞ്ഞാൽ യൂണിറ്റി ആസ്പത്രിയുടെ അവിടെ നിർത്തില്ല, നേരെ അമല ഹോസ്പിറ്റലിന് അവിടെ നിർത്തുള്ളൂ. അമല കഴിഞ്ഞാൽ അയ്യന്തോളും പൂങ്കുന്നത്തും നിർത്തില്ല, നേരെ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലേ നിർത്തുള്ളൂ. സോ അവിടെ സ്റ്റോപ്സ് റെസ്ട്രിക്റ്റഡ് ആയി, എല്ലാ സ്റ്റോപ്സും അനുവദനീയമല്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്റെ ഭാഷയിൽ പറയാം, ഫിസിക്സിന്റെ ഭാഷയല്ല, സ്റ്റോപ്സ് ആർ ക്വാണ്ടൈസ്ഡ്. ഫോർ എ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്സ് ആർ ലിമിറ്റഡ്, സ്റ്റോപ്സ് ആർ ക്വാണ്ടൈസ്ഡ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. ലിമിറ്റ് ചെയ്യുന്നതിനെ, റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിനെ, തോന്നിയ പോലെ ഉപയോഗിക്കാൻ പറ്റാത്തതിനെ പറയുന്ന പേരാണ് ക്വാണ്ടൈസേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ചാർജ് ക്വാണ്ടൈസേഷൻ ആണ്. ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? സ്റ്റോപ്സ് ആർ ക്വാണ്ടൈസ്ഡ്. എല്ലാ സ്റ്റോപ്പുകളും അനുവദിക്കില്ല, ചില പ്രത്യേക സ്റ്റോപ്പുകൾ മാത്രമേ ലിമിറ്റഡ് സ്റ്റോപ്പിനുള്ളൂ. അതാണ് ക്വാണ്ടൈസേഷൻ.
അതേപോലെ ഇവിടെ ചാർജ് ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എല്ലാ ചാർജും ഒരു വസ്തുവിന് പോസിബിൾ അല്ല. ഒരു വസ്തുവിന് അക്വയർ ചെയ്യാവുന്ന ചാർജസ് ലിമിറ്റഡ് ആണ്, ക്വാണ്ടൈസ്ഡ് ആണ്, റെസ്ട്രിക്റ്റഡ് ആണ്. അതിനെയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ചോദ്യം, ഏതൊക്കെ ചാർജുകളാണ് ഒരു വസ്തുവിന് സ്വീകരിക്കാൻ സാധിക്കുക? നേരത്തെ എക്സാമ്പിളിലേക്ക് തിരിച്ചു പോവാം. ഗ്ലാസും സിൽക്കും തമ്മിൽ റബ്ബ് ചെയ്യുന്നു. റബ്ബ് ചെയ്തപ്പോൾ ഫ്രിക്ഷൻ കാരണം ഗ്ലാസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അത് സിൽക്കില് കിട്ടി. അപ്പൊ ഗ്ലാസിന്റെ ചാർജ് എത്രയാവും? ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ ഒരു ഇലക്ട്രോണിന് തുല്യമായ പോസിറ്റീവ് ചാർജ് അല്ലെ? അപ്പൊ ഗ്ലാസിന്റെ ചാർജ് 1e എന്ന് എഴുതാം അല്ലെ? അതെത്രയാ? പ്ലസ് ആണ്. അപ്പൊ ഗ്ലാസിന്റെ ചാർജ് +1e, കാരണം ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. എത്രയാണ് ഈ ഇലക്ട്രോണിന്റെ ചാർജ്? ഓർമ്മിക്കുക, ഇലക്ട്രോണിന്റെ ചാർജ് E is equal to 1.6 into 10⁻⁻19 കുളൂംബ്. C എന്ന് പറഞ്ഞാൽ കുളൂംബ്. ചാർജിന്റെ SI യൂണിറ്റ് ആണ് കുളൂംബ്. ചാർജിനെ കുറിച്ച് പറയാൻ പോകുന്നുള്ളൂ. അപ്പൊ അതിൽ യൂണിറ്റ് ഒന്ന് ഞാൻ പറഞ്ഞു, കുളൂംബ്. സയന്റിസ്റ്റിന്റെ പേരായതുകൊണ്ട് ക്യാപിറ്റൽ C ആണ് അതിന്റെ സിംബൽ. അപ്പൊ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് 1.6 into 10⁻⁻19 കുളൂംബാണ്, നെഗറ്റീവ് ആണ്. അപ്പൊ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ അത്രയും പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഗ്ലാസിന് ഉണ്ടാവുക. അതാണ് +1e ഇതിന്റെ സ്ഥാനത്ത് ഈ വാല്യൂ. അതേസമയത്ത് സിൽക്കിന് അപ്പൊ എത്ര കിട്ടിയിട്ടുണ്ടാവും? ഒരു ഇലക്ട്രോൺ കൂടുതലായിട്ട് കിട്ടി. ഒരു ഇലക്ട്രോൺ കൂടുതലായി കിട്ടിയാൽ അത്രയും നെഗറ്റീവ് ചാർജ് വന്നിട്ടുണ്ടാവും. അപ്പോ -1e ആയിട്ടുണ്ടാവും. അപ്പൊ +1eയോ അല്ലെങ്കിൽ -1e ആണ് ഗ്ലാസിന് അല്ലെങ്കിൽ സിൽക്കിന് കിട്ടിയത്. ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടപ്പോൾ പ്ലസ് ഗ്ലാസിന്, മൈനസ് ആണെങ്കിൽ സിൽക്കിന്. ഇനി 2 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെടാം. ഈ ഉരയ്ക്കുന്നതിന്റെ ശക്തി കൂടിയപ്പോ 2 ഇലക്ട്രോൺ ചാടി. 2 ഇലക്ട്രോൺ ചാടിയപ്പോ എത്രയായിരിക്കും? ഗ്ലാസിന് +2e ആവും, സിൽക്കിന് -2e ആവും അല്ലെ? ഇനി 3 ഇലക്ട്രോൺ ചാടാം. അപ്പൊ ഗ്ലാസിന് +3e ആവും, അപ്പൊ സിൽക്കിന് -3e ആവും, എക്സെട്ര. ഇങ്ങനെയാണ് ചാർജ് പോസിബിൾ ആവുള്ളൂ. അപ്പോ ഒരു വസ്തുവിന് ചാർജ് എത്രയൊക്കെ പാടുള്ളൂ? ഒന്നുകിൽ 1e, അല്ലെങ്കിൽ 2e, അല്ലെങ്കിൽ 3e, അല്ലെങ്കിൽ 4e, 5e, 6e, എക്സെട്ര. ദാറ്റ് ഈസ് ഇൻ ജനറൽ ചാർജ് ഓഫ് എനി ബോഡി Q is equal to, ചാർജ് കാണിക്കുന്ന ഉപയോഗിക്കുന്ന അക്ഷരം Q ആണ്. കോമൺ ആയിട്ട് ചാർജിന് ഉപയോഗിക്കുന്ന ലെറ്റർ ആണ് ക്യാപിറ്റൽ Q അല്ലെങ്കിൽ സ്മോൾ q. തൽക്കാലം ക്യാപിറ്റൽ Q ഉപയോഗിക്കാം. ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ്, പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. നഷ്ടപ്പെട്ടാൽ ഇലക്ട്രോൺ പോസിറ്റീവ്, ഇലക്ട്രോൺ കിട്ടിയാൽ നെഗറ്റീവ്. Ne where n equal to, എന്നൊക്കെ വാല്യൂ വരാം 1, 2, 3 എക്സെട്ര, എനി ഇന്റിജർ, ഏതൊരു പൂർണ്ണസംഖ്യയും വരാം. ഇതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഒരിക്കലും ഫ്രാക്ഷണൽ ആയിട്ടുള്ള വാല്യൂ എന്നിന് കൊടുക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ 0.1e വരാൻ പാടില്ല, 0.2e വരാൻ പാടില്ല, 0.5e വരാൻ പാടില്ല, 1.1e വരാൻ പാടില്ല, 1.5e വരാൻ പാടില്ല, 2.8e വരാൻ പാടില്ല, 3.6e വരാൻ പാടില്ല. ഫ്രാക്ഷണൽ ആയിട്ടുള്ള വാല്യൂ ഒന്നും എന്നിന് വരാൻ പാടില്ല. എന്താ അതിന്റെ അർത്ഥം? ഒന്നുകിൽ 1 ഇലക്ട്രോൺ, അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ, അല്ലെങ്കിൽ 3 ഇലക്ട്രോൺ ആണ് പോവുകയും കിട്ടുകയും ചെയ്യുന്നു. ഒരിക്കലും 1.5 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ 1/2 ഇലക്ട്രോൺ പോയി, 1/2 ഇലക്ട്രോൺ കിട്ടി എന്ന് പറയില്ല. ഇലക്ട്രോണിനെ മുറിച്ചിട്ട് കളയാനോ മേടിക്കാനോ പറ്റില്ല എന്ന് ചുരുക്കം. 1 ഇലക്ട്രോൺ ഒന്നുകിൽ പൂർണ്ണമായിട്ട് പോവും, അല്ലെങ്കിൽ കിട്ടും. 2 ഇലക്ട്രോൺ പൂർണ്ണമായിട്ട് പോവും, അല്ലെങ്കിൽ കിട്ടും. 1.5 ഇലക്ട്രോൺ പോയിട്ടോ എന്ന് പറയാൻ പാടില്ല. എനിക്ക് 2.25 ഇലക്ട്രോണിനെ കിട്ടിയിട്ടോ എന്ന് പറയാൻ പാടില്ല. പൂർണ്ണമായ സംഖ്യയുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം മാത്രമാണ് കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരു വസ്തുവിന് കിട്ടാവുന്ന ചാർജ് ഇലക്ട്രോണിന്റെ ചാർജിന്റെ ഇന്റിജർ മൾട്ടിപ്പിൾ ആണ്. ഇലക്ട്രോണിന്റെ ചാർജിന്റെ ഇന്റിജർ മൾട്ടിപ്പിൾ ആണ്. ദാറ്റ് ഈസ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. അപ്പൊ ഒരു വസ്തുവിന് കിട്ടാവുന്ന ചാർജ് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോണിക് ചാർജ്. ദിസ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, ചിലപ്പോൾ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും വരും. What do you mean by principle of quantization of charge? The charge acquired by a body is an integral multiple of fundamental electron charge. ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചാർജ് ആണ് ഇലക്ട്രോണിന്റെ ചാർജ്. ആ ഇലക്ട്രോണിന്റെ ചാർജിന്റെ ഇന്റിജർ മൾട്ടിപ്പിൾ ആകാൻ എപ്പോഴും ഒരു വസ്തുവിന്റെ ചാർജ്. അല്ലാതെ ഒരു ചാർജും ഒരു വസ്തുവിനും പോസിബിൾ ആവില്ല. അത് പോസിറ്റീവ് ആവാം. എപ്പോഴാണ് പോസിറ്റീവ് ആവാം? ഇലക്ട്രോൺ ലോസ് നടന്നാൽ. അത് നെഗറ്റീവ് ആവാം. എപ്പോഴാണാവുക? ഇലക്ട്രോൺ ഗെയിൻ നടന്നാൽ.
ഓക്കെ, അപ്പൊ ഇതിന് അപ്പൊ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങളുടെ നോട്ടിൽ പ്രധാനപ്പെട്ടതായിട്ട് എഴുതി വെക്കേണ്ട പോയിന്റ് ആണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. Q is equal to plus or minus NE, where N is equal to 1, 2, 3, etc. any integer. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മിനിമം ചാർജ് പോസിബിൾ ഫോർ എ ബോഡി? ഒരു വസ്തുവിന് കിട്ടാവുന്ന ഏറ്റവും മിനിമം ചാർജ് എത്രയാണ്? 0 ആണെങ്കിൽ ചാർജ് ഒന്നുമില്ല. 0 കഴിഞ്ഞാൽ അതിനേക്കാൾ മുകളിൽ ഏതെങ്കിലും ഒരു ചാർജ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും മിനിമം ചാർജ് എത്രയായിരിക്കും? എന്താണ് നിങ്ങൾ നോക്കുക, Q സമം NEയില് എന്നിന് ഏറ്റവും മിനിമം വാല്യൂ, എന്നിന്റെ മിനിമം വാല്യൂ പൂർണ്ണസംഖ്യ, ഇന്റിജറിലെ ഏറ്റവും മിനിമം വാല്യൂ ഏതാ? 1. സോ മിനിമം ചാർജ് പോസിബിൾ ഈസ് Q is equal to 1e. പോസിറ്റീവ് നെഗറ്റീവ് ഒഴിവാക്കാതെ മാഗ്നറ്റ്യൂഡിന് ഇലക്ട്രോൺ കിട്ടിയോ പോയോ എന്നുള്ളത് മാത്രം. അപ്പൊ അതുകൊണ്ട് അതിന്റെ മാഗ്നറ്റ്യൂഡാണ് ഞാൻ പറയുന്നത്. ഒരു വസ്തുവിന് കിട്ടാവുന്ന ചാർജിന്റെ ഏറ്റവും മിനിമം ആയിട്ടുള്ള മാഗ്നറ്റ്യൂഡ് 1e ആണ്. അതെത്രയാണ്? ഒരു E എന്ന് പറഞ്ഞാൽ 1.6 into 10 raised to minus 19. So answer is 1.6 into 10 raised to minus 19. Very important. ഒരു വസ്തുവിന് കിട്ടാവുന്ന ഏറ്റവും മിനിമം ചാർജ് എത്ര എന്ന് ചോദിച്ചാൽ ഉത്തരം ഒരു കൂളോം എന്ന് ബ്രാക്കറ്റിൽ ഉണ്ടാവും, 1.6 കൂളോം ഉണ്ടാവും, അല്ലെങ്കിൽ 2 കൂളോം ഉണ്ടാവും. ആൻസർ ഈസ് 1.6 into 10 raised to minus 19 കൂളോം ആണ് ഒരു വസ്തുവിന് കിട്ടാവുന്ന ഏറ്റവും മിനിമം ചാർജ്. അത് പ്ലസ് ആവാം എപ്പോൾ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ, അത് മൈനസ് ആവാം എപ്പോൾ ഒരു ഇലക്ട്രോൺ കിട്ടിയാൽ. ഇപ്പൊ ഗ്ലാസും സിൽക്കിന്റെയും കേസിൽ അത് നഷ്ടപ്പെടുന്ന ആളാണ് ഗ്ലാസ്, പോസിറ്റീവ് ആകുന്ന ആളാണ് ഗ്ലാസ്. അത് കിട്ടുന്ന ആളാണ്, ഇലക്ട്രോൺ കിട്ടുന്ന ആളാണ് സിൽക്ക്, അതുകൊണ്ട് നെഗറ്റീവ് ആകാവുന്ന ആളാണ് സിൽക്ക്. അപ്പൊ മനസ്സിലായല്ലോ ആദ്യത്തെ ചോദ്യം, മിനിമം ചാർജ് പോസിബിൾ എത്രയാണ് ഒരു വസ്തുവിന്? 1.6 into 10 raised to minus 19 കൂളോം. എന്താണ് അതിന് കാരണം? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് Q സമം പ്ലസ് ഓർ മൈനസ് NEയില് മിനിമം എന്നിന്റെ വാല്യൂ 1 കൊടുക്കുക, അപ്പൊ കിട്ടുന്ന വാല്യൂ. ഫണ്ടമെന്റൽ ഇലക്ട്രോണിക് ചാർജ്, അതിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ് വേറെ ഏതൊരു ചാർജും പോസിബിൾ ആവുള്ളൂ. അപ്പൊ ഏറ്റവും മിനിമം ചാർജ് ഇതാണ്, ഓർമ്മിക്കുക. അടുത്ത ചോദ്യം, മിനിമം ചാർജ് ഈസ് 1.6 into 10 raised to minus 19 കൂളോം. ഇലക്ട്രോണിന്റെ ചാർജ് എപ്പോഴും ഓർമ്മയിലുണ്ടാവും. അടുത്ത ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ ഒരു കൂളോം ചാർജ് ഒരു വസ്തുവിന് പോസിബിൾ ആണോ? ചോദ്യം, ഒരു കൂളോം ചാർജ് ഒരു വസ്തുവിന് പോസിബിൾ ആണോ? നിങ്ങൾക്ക് ഏത് ചാർജ് തന്നിട്ടും അത് പോസിബിൾ ആണോ അല്ലയോ എന്ന് നോക്കാൻ പറയും. അതിനുപയോഗിക്കുന്ന നിയമമാണ് വീണ്ടും പ്രിൻസിപ്പിൾ ഓഫ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ക്വാണ്ടൈസർ ആണെങ്കിൽ, ഇന്റിജർ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോൺ ചാർജ് ആണെങ്കിൽ ആ ചാർജ് പോസിബിൾ ആണ്. അതേ സമയത്ത് ഇന്റിജർ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ അത് ഇമ്പോസിബിൾ ആണ്. അപ്പൊ നമ്മളോട് പറഞ്ഞത് Q is equal to 1 കൂളോം പോസിബിൾ ആണോ എന്നാണ്. നോക്കുക, സോ Qന്റെ സ്ഥാനത്ത് 1 കൂളോം. സോ 1 കൂളോം is equal to NE എന്നല്ലേ കൊടുത്തത്, N into ന്റെ സ്ഥാനത്ത് എത്രയാ? 1.6 into 10 raised to minus 90. ഓക്കെ, ഈ N ഇന്റിജർ ആണെങ്കിൽ ഈ ഒരു കൂളോം പോസിബിൾ ആണ്. ഈ Nന്റെ വാല്യൂ ഇന്റിജർ അല്ലെങ്കിൽ ഈ ഒരു കൂളോം പോസിബിൾ അല്ല. നോക്കുക നമുക്ക് Nന്റെ വാല്യൂ. സോ N equal to, ഈ N അവിടെ നിർത്തി നിങ്ങൾ താഴത്തേക്ക് വരട്ടെ. സോ 1 divided by 1.6 into 10 raised to minus 90. ഈ Nന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു കൂളോം ചാർജ് കിട്ടാൻ എത്ര ഇലക്ട്രോൺസ് പോകണം അല്ലെങ്കിൽ കിട്ടണം? അത് പൂർണ്ണസംഖ്യ ആണെങ്കിൽ, ഇന്റിജർ ആണെങ്കിൽ ഒരു കൂളോം ചാർജ് ആ വസ്തുവിന് പോസിബിൾ ആണ്. അതല്ല അത് ഫ്രാക്ഷൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇമ്പോസിബിൾ ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്യാം. 1 divided by 1.6 into 10 raised to minus 90. കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു പ്രശ്നമില്ല. 10 raised to minus 90 മുകളിലേക്ക് പോകുമ്പോൾ 10 raised to plus 90 വരും, അടിയിൽ 1.6 അല്ലെ. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ സൗകര്യത്തിന് ഞാൻ ഇങ്ങനെ ആക്കണം, ഇതിൽ നിന്ന് ഒരു 10 അങ്ങോട്ട് മാറ്റി into 10 raised to 90. കാൽക്കുലേറ്റർ എടുത്ത് ഞെക്കിയാൽ വേറെ ഉത്തരം കിട്ടും. ഞാൻ എളുപ്പത്തിനാക്കണം, നമ്മുടെ കാൽക്കുലേറ്റർ ഇല്ലാണ്ട് ചെയ്യാൻ. അപ്പൊ 10 into 10 raised to 18 എഴുതാം അല്ലെ. 10 raised to 19 10 into 10 raised to 18 എഴുതാം, അടിയിൽ 1.6. ഓക്കെ, ഈ 1.6 ഞാൻ 16 സോ ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ 10 കൊണ്ട് വരിക, മുകളിലും 10 കൊണ്ട് വരിക്കണം. അപ്പൊ മുകളിൽ 100 ബൈ 16. 10 by 1.6 എന്നുള്ളതിന് വരെ 100 by 16 എന്ന് എഴുതും, ഒരു കുഴപ്പമില്ല. ഇൻറ്റു മറ്റേ ആൾ അങ്ങനെ തന്നെ 10 raised to 18. ശരിയല്ലേ? ഇനി 16 100 എത്ര പ്രാവശ്യം പോകും നോക്കുക. 16 100 16 6 96, 16 6 96, ബാക്കി 100ലേക്ക് 4, 40 അപ്പൊ പോയിന്റ് ഇട്ടൂട്ട. 40 16 2 32, ബാക്കി 40ലേക്ക് 8 ഉണ്ട്. അപ്പൊ 80 16 5 80. അപ്പൊ 16നെ 16 കൊണ്ട് അടിച്ച ഉത്തരം 6.25. ബാക്കിയുള്ള സംഖ്യ അവിടെ കിടക്കുന്നുണ്ട്, ഇൻറ്റു 10 raised to 18. Is this an integer? ഇതൊരു പൂർണ്ണസംഖ്യയാണോ? 6.25 into 10 raised to 18 പൂർണ്ണസംഖ്യ ആണോ അല്ലയോ? 6.25 പൂർണ്ണസംഖ്യയാണോ? അല്ല.
6.25 is a fraction. 6 is an integer. 7 is an integer. But 6.25 is a fraction. But ഇവിടെ നോക്കൂ 10⁻18 കൊണ്ട് പെരുക്കാണ്ട് 10⁻2 കൊണ്ട് പെരുക്കിയാൽ തന്നെ 625 ആവില്ലേ? 6.25 10 കൊണ്ട് പെരുക്കിയാൽ 625 ആവും. പിന്നെയും കിടക്കണു 10⁻16. പിന്നെയൊക്കെ വരുന്ന പൂജ്യങ്ങൾ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുക. അപ്പൊ 625 പൂർണ്ണസംഖ്യയാണ്, പോസിബിൾ ആവും. പിന്നെ ഒരു പൂജ്യം കൂടി പെരുക്കിയാൽ 6250, 62,500, 6,25,000 എക്സെട്ര ആൻഡ് എക്സെട്ര, അങ്ങനെ പൂജ്യങ്ങൾ ഇട്ട് പോവാണ്ട്. അതുകൊണ്ട് ദിസ് ഈസ് ആൻ ഇന്റിജർ. അപ്പൊ ഈ സംഖ്യ മാത്രം കണ്ടിട്ട് നിങ്ങൾ ഇന്റിജർ അല്ല എന്ന് പറയരുത്, 10ന്റെ പവർ കൂടി നോക്കണം. ആ 10ന്റെ പവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണസംഖ്യ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് 1 കൂളോം ചാർജ് പോസിബിൾ ആണ്. ആദ്യത്തെ ഉത്തരം, ഒരു വസ്തുവിന് 1 കൂളോം ചാർജ് പോസിബിൾ ആണോ എന്ന് വെച്ചാൽ പോസിബിൾ ആണ്. എന്തുകൊണ്ട്? ആ എന്നിന്റെ വാല്യൂ Q സമം NEയില് Qന് 1 കൂളോം കൊടുത്തു, ഇയുടെ സ്ഥാനത്ത് 1.6 × 10⁻−19 കൊടുത്തു. എന്നിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു ഈ ഫോർമുലയിൽ നിന്ന് കിട്ടിയത് 6.25 × 10⁻18 ആണ്. ദാറ്റ് ഈസ് ഒരു ഇന്റീജർ ആണ്. അതുകൊണ്ട് 1 കൂളോം ചാർജ് ഈസ് പോസിബിൾ. അപ്പൊ അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ 1 കൂളോം ചാർജ് കിട്ടാൻ എത്ര ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യണം? എത്ര ഇലക്ട്രോൺസിനെ കിട്ടണം അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസിനെ കളയണം? അതിന്റെ ഉത്തരമാണ് ഇപ്പൊ കിട്ടിയത്, 6.25 × 10⁻18. അത് ബൈഹാർട്ട് പഠിച്ചോളാം, ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ഇലക്ട്രോൺസ് മസ്റ്റ് ലൂസ് ടു ഗെറ്റ് +1 കൂളോം? +1 കൂളോം കിട്ടാൻ, പോസിറ്റീവ് 1 കൂളോം കിട്ടാൻ ഗ്ലാസിൽ നിന്ന് എത്ര ഇലക്ട്രോൺസ് സിൽക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടണം ഫ്രിക്ഷൻ കാരണം? ഉത്തരം 6.25 × 10⁻18 ഇലക്ട്രോൺസ് ഗ്ലാസിൽ നിന്ന് ഫ്രിക്ഷൻ വഴി മാറിപ്പോയാൽ, സിൽക്കിലേക്ക് പോയാൽ ഗ്ലാസിന് എത്രയാവും? +1 കൂളോം. അപ്പൊ സിൽക്കിന് എത്രയാവും? -1 കൂളോം. അത്ര ഇലക്ട്രോൺസിനെ കിട്ടി. ഓക്കെ, അപ്പൊ ഇതാണ് ആ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മിനിമം ചാർജ് പോസിബിൾ 1.6 × 10⁻19 കൂളോം ഫണ്ടമെന്റൽ ഇലക്ട്രോണിക് ചാർജ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് പറഞ്ഞത് ഈ ചാർജിന്റെ ഇന്റിജർ മൾട്ടിപ്പിൾസ് ആണ് ഏതൊരു വസ്തുവിനും പോസിബിൾ ആയിട്ടുള്ളത്. 1 കൂളോം ചാർജ് പോസിബിൾ ആണെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം എത്ര ഇലക്ട്രോൺസ് പോകണം അല്ലെങ്കിൽ കിട്ടണം ചോദിച്ചാൽ ഉത്തരം 6.25 × 10⁻18 ഇലക്ട്രോൺസ് ആണ് 1 കൂളോം ചാർജിന് കാരണക്കാരൻ. അപ്പൊ നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കുക. 3.2 × 10⁻19 കൂളോം പോസിബിൾ ആണോ അല്ലയോ? Q is equal to 3.2 × 10⁻19 കൂളോം. ഇത് പോസിബിൾ ആണോ അല്ലേ എന്ന് ചോദിച്ചാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. N = Q / E അല്ലെ? N = Q/E. പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പോട്ടെ. So that's equal to 3.2 × 10⁻19 കൂളോം ബൈ ഇന്റെ സ്ഥാനത്ത് 1.6 × 10⁻19 കൂളോം. കൂളോം ഒക്കെ വെട്ടിപ്പോയി, നമ്പറാണ് നമുക്ക് കിട്ടാറ്. ഈ 10⁻19 ഈ 10⁻19 വെട്ടി 1.6 3.2 2 പ്രാവശ്യം പൂർണ്ണസംഖ്യ 16 2 32. So possible ആണ് equal to 2. എന്നിന്റെ വാല്യൂ 2. എന്നിന്റെ വാല്യൂ 2 പോസിബിൾ അല്ലേ? എന്റെ ഒരു പൂർണ്ണ സംഖ്യയിലെ കിട്ടിയത് 1 കഴിഞ്ഞ് 2 3 4 ഒക്കെ പോസിബിൾ ആണ്. സോ 3.2 × 10⁻19 കൂളോം പോസിബിൾ ആണ്. അപ്പൊ 1.6 × 10⁻19 കൂളോം കഴിഞ്ഞാൽ അടുത്ത പോസിബിൾ ആയിട്ടുള്ള വാല്യൂ 2 ഇലക്ട്രോണിന്റെ നഷ്ടം കൊണ്ട് കിട്ടുന്ന 3.2 × 10⁻19 കൂളോം ആണ്. അടുത്ത് നോക്കൂ, Q is equal to 4.8 × 10⁻19 കൂളോം. പോസിബിൾ ആണോ? N = 4.8 × 10⁻19 by 1.6 × 10⁻19 ചെയ്ത് നോക്കുക. 1.6 4.8 16 3 48 ആണ്. അപ്പൊ 1.6 4.8 3 പ്രാവശ്യം പോകും. ആൻസർ is 3. ഇറ്റ് ഈസ് പോസിബിൾ, പൂർണ്ണസംഖ്യയാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ വാല്യൂസ് മനസ്സിലായി. ഒരു വസ്തുവിന് കിട്ടാവുന്ന ചാർജുകൾ ആദ്യത്തെ 2-3 എണ്ണം വേഗം പറയാം. 1.6 × 10⁻19, പിന്നെ കിട്ടുന്നത് 3.2 × 10⁻19, പിന്നെ കിട്ടുന്നത് 4.8 × 10⁻19, പിന്നെ കിട്ടുന്നത് 6.4 × 10⁻19 അല്ലെ? ഇതൊക്കെ 1.6 അല്ലെങ്കിൽ 16 മൾട്ടിപ്പിൾസ് ആണ്. ഇതൊന്നും അല്ലാത്ത സംഖ്യ. അപ്പൊ അടുത്ത ചോദ്യം എങ്ങനെ വരും? നിങ്ങളോട് പോസിബിൾ ആണോ അല്ലേ എന്ന് നോക്കുമ്പോൾ ഇതുവരെയൊക്കെ പോസിബിൾ ആണ്. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പോസിബിൾ ആണോന്നൊന്നുമില്ല. ഇത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, 5 × 10⁻19 കൂളോം പോസിബിൾ ആണോ അല്ലയോ? 5 × 10⁻19 കൂളോം നമ്മൾ എന്താ ചെയ്യുക? N = കാൽക്കുലേറ്റ് ചെയ്യും Q / E. 1.6 × 10⁻19 കൊണ്ട് അടിച്ചു നോക്കുക. ഇതൊക്കെ വെട്ടിപ്പോയി. 5/1.6 പൂർണ്ണസംഖ്യയാണോ? അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഇന്റിജർ. സോ 5 × 10⁻19 കൂളോം ഈസ് ഇമ്പോസിബിൾ. ഒരു വസ്തുവിന് അങ്ങനെ ഒരു ചാർജ് കിട്ടില്ല.
4.8 × 10⁻⁹ കൂളം കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ 6.4 × 10⁻⁹ കൂളമാണ് കിട്ടുക. 5 × 10⁻⁹ കൂളം വരുമ്പോ പൂർണ്ണസംഖ്യ ആവില്ല, അതുകൊണ്ട് അത് ഇമ്പോസിബിൾ ആണ്. ഇങ്ങനെ നിങ്ങൾക്ക് നോക്കാൻ പറ്റണം. ഇനി വെറുതെ സംഖ്യ മാത്രം നോക്കിയാൽ പോരാ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 10ന്റെ പവർ കൂടി ശ്രദ്ധിച്ചിട്ട് വേണം തീരുമാനിക്കാൻ. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. 5 × 10⁻⁹ പോസിബിൾ അല്ല. ഞാൻ ചോദിക്കുന്നു 5 × 10⁻⁻15 കൂളവും പോസിബിൾ ആണോ അല്ലയോ? 5 × 10⁻⁻15 കൂളവും പോസിബിൾ ആണോ അല്ലയോ? അപ്പൊ Q = 5 × 10⁻⁻15 കൂളം. പറ്റുമോ പറ്റില്ലേ? പറ്റുകയാണെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ആണ് അതിന് കാരണക്കാരൻ? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ ചെയ്യുക. സോ N = Q/E. That's equal to 5 × 10⁻⁻15 divided by E ന്റെ സ്ഥാനത്ത് 1.6 × 10⁻⁻90. That's equal to 5 divided by 1.6 അല്ലെ? ഈ 10⁻⁻90 മുകളിലേക്ക് പോകുമ്പോൾ 10⁻+19 ആവും. ഇവിടെ -15 ഉണ്ട്. ഉത്തരം 10⁻4. അപ്പൊ 5/1.6 × 10⁻4 ആവുന്നു. ഇനി നമുക്ക് നോക്കാം. അതിനെ വേണമെങ്കിൽ ഒന്നുകൂടി ഞാൻ വൃത്തിയാക്കാം. 50/16 × 10⁻4 എന്നുള്ളത്. ഇവിടെ ഞാൻ 10 കൊണ്ട് വരിക്കുമ്പോൾ താഴത്തും 10 കൊണ്ട് വരും. ഇപ്പൊ നോക്കാം. 16 50 16 3 48 പോയിന്റ് അല്ലെ? ബാക്കി 2 ഉണ്ട്. 20 16 1 16. ബാക്കി 40 ബാക്കി 16 16 20 4 40 16 2 32. ബാക്കി 8 ഉണ്ട്. 80 16 5 80. അപ്പൊ 50/16 കാൽക്കുലേറ്റർ ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് കിട്ടും 3.125 ഇൻറ്റു 10⁻4 അപ്പുറത്ത് കിടക്കുകയാണേ. ഇത് മാത്രം നോക്കിയാൽ ഇമ്പോസിബിൾ ആണ്. പക്ഷെ ഇൻറ്റു 10⁻4 കൂടി വന്നാൽ 10⁻1 കൊണ്ട് വരിക്കാം 31.25, 10⁻2 കൊണ്ട് വരിക്കാം 312.5, 10⁻3 കൊണ്ട് വരിക്കാൻ 3125, 10⁻4 കൊണ്ട് വരിക്കാൻ 31,250 അല്ലെ? ദിസ് ഈസ് എ ഇന്റിജർ, പൂർണ്ണസംഖ്യയാണ്. സോ 5 × 10⁻⁻15 കൂളം ഈസ് പോസിബിൾ. ഹൗ മെനി ഇലക്ട്രോൺസ് വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ഇറ്റ്? 31,250 ഇലക്ട്രോൺസ് ആണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത്രയും ഇലക്ട്രോൺസ് പോയാൽ പോസിറ്റീവ് ചാർജ്, അത്ര ഇലക്ട്രോൺസ് കിട്ടിയാൽ നെഗറ്റീവ് ചാർജ്. ഇതാണ് ഫ്രിക്ഷൻ വഴിയുള്ള ഇലക്ട്രിസിറ്റി. ഇപ്പൊ മനസ്സിലായി വിചാരിക്കുന്നു. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യം സ്റ്റേറ്റ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ആയിട്ട് ഏറ്റവും മിനിമം കിട്ടാവുന്ന ചാർജ് എത്ര, 1 കൂളോം ചാർജിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, ഇനി ഏതൊരു ചാർജ് എന്നാലും പോസിബിൾ ആണോ, അങ്ങനെ പോസിബിൾ ആണെങ്കിൽ എത്ര ഇലക്ട്രോൺസിന്റെ എണ്ണം എത്ര. ഇതൊക്കെയാണ് ഈ Q = NV-യുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാവുന്നത്. എന്താണെങ്കിലും ഒരു വസ്തുവിന് കിട്ടാവുന്ന ചാർജ് എത്ര എന്ന് തീരുമാനിക്കുന്ന, അതിനെ നിയന്ത്രിക്കുന്ന, ലിമിറ്റ് ചെയ്യുന്ന, ക്വാണ്ടൈസ് ചെയ്യുന്ന നിയമമാണ് പ്രിൻസിപ്പിൾ ഓഫ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഒന്നുകൂടി സ്റ്റേറ്റ് ചെയ്യാം. The charge acquired by any body is an integer multiple of fundamental electron charge. Q = ±n given n = 1 2 3 etc. integer, and E is charge of electron, which is 1.6 × 10⁻⁻19 coulomb. ഓക്കെ, അപ്പൊ ഇതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ഇനി 2-3 പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ചാർജിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറയാൻ തുടങ്ങിയത്. ആദ്യത്തെ പോയിന്റ് ആണ് ഇപ്പൊ പറഞ്ഞത്, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. രണ്ടാമത്തെ കാര്യം, ചാർജുകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യും. ചാർജുകൾ പരസ്പരം രണ്ടാൾക്കാർ കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സുകൾ ഇന്ററാക്ട് ചെയ്യും. ലൈക്ക് ചാർജസ് റിപ്പൾ, അൺലൈക്ക് ചാർജസ് അട്രാക്ട്. ഇതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. ഒരേപോലുള്ള ചാർജുകൾ വന്നാൽ, അതായത് പോസിറ്റീവും കണ്ടാൽ റിപ്പൾ ചെയ്യും, നെഗറ്റീവും കണ്ടാൽ റിപ്പൾ ചെയ്യും. ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജ് എടുത്തു വന്നാൽ അട്രാക്ട് ചെയ്യും. അപ്പൊ ലൈക്ക് ചാർജസ് റിപ്പൾ, അൺലൈക്ക് ചാർജസ് ഇന്ററാക്ട്, രണ്ടാമത്തെ പ്രോപ്പർട്ടി. മൂന്നാമത്തെ നിയമം, മൂന്നാമത്തെ പ്രോപ്പർട്ടി കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. കഴിഞ്ഞ വർഷം കൺസർവേഷൻ ഓഫ് എനർജി കണ്ടു, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം കണ്ടു, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം കണ്ടു. അതിനു മുമ്പ് നമുക്ക് കൺസർവേഷൻ ഓഫ് മാസ് അറിയാം. അതേപോലെ യൂണിവേഴ്സൽ ലോ ആണ് കൺസർവേഷൻ ഓഫ് ചാർജ്. അതായത് നമ്മൾ ഗ്ലാസും സിൽക്കും തമ്മിൽ ഉടച്ചപ്പോൾ ഗ്ലാസിൽ നിന്ന് 10 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടാൽ അത് എവിടെ എത്തിയിട്ടുണ്ട്? സിൽക്കിൽ എത്തിയിട്ടുണ്ട്. സിൽക്കിന് 10 ഇലക്ട്രോൺസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പുതുതായിട്ടുണ്ടായതല്ല, ഗ്ലാസിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ചാർജിനെ പുതുതായിട്ട് നമുക്ക് നിർമ്മിക്കാനും നശിപ്പിക്കാനും സാധ്യമല്ല. ഒരു ഭാഗത്തിരിക്കുന്ന ചാർജിനെ മറ്റൊരു ഭാഗത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ടോട്ടൽ ചാർജ് ഈസ് കോൺസ്റ്റന്റ്. അതാണ് കൺസർവേഷൻ ഓഫ് ചാർജ്. അപ്പൊ ഗ്ലാസും സിൽക്കും വരയ്ക്കുമ്പോൾ ഗ്ലാസിനും ആകെ ചാർജ് 0 ആയിരുന്നു, സിൽക്കിനും ആകെ ചാർജ് 0 ആയിരുന്നു. ആകെ ചാർജ് 0 + 0 0. വരച്ചു കഴിഞ്ഞപ്പോൾ ഗ്ലാസിന് 10 ഇലക്ട്രോണിന്റെ ചാർജ് പോസിറ്റീവായിട്ട് കിട്ടി, സിൽക്കിന് 10 ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവായിട്ട് കിട്ടി. 10 ഇലക്ട്രോൺ പോയി, മറ്റേ 10 ഇലക്ട്രോൺ കിട്ടി. രണ്ടും കൂടി കൂട്ടിയാൽ +10 -10 വീണ്ടും തന്നെയാ
പൂജ്യം. അപ്പൊ ടോട്ടൽ ചാർജ് ഈസ് ഓൾവേസ് കൺസർവ്ഡ്. ചാർജിനെ cannot be created, പുതുതായിട്ട് ഉണ്ടാക്കിയതല്ല നമ്മൾ. cannot be destroyed, നമുക്ക് നശിപ്പിക്കാനും സാധ്യമല്ല. but it can be transformed, transformed എന്ന് വേണ്ട, transferred, അതിനെ മാറ്റാം. അതായത് ഗ്ലാസ്സിൽ ഇരുന്നിരുന്ന ചാർജിനെ പിടിച്ച് സിൽക്കിലേക്ക് മാറ്റി. എങ്ങനെ മാറ്റി? ഇപ്പൊ നമ്മൾ ചെയ്ത വഴി ഫ്രിക്ഷൻ ആണ്. അങ്ങനെ പല വഴികളും വരാൻ പോകുന്നു. അതാണ് കൺസർവേഷൻ ഓഫ് ചാർജ്. ആകെ ചാർജ് കോൺസ്റ്റന്റ് ആണ് എന്നുള്ളതാണ് കൺസർവേഷൻ ഓഫ് ചാർജ്. പിന്നെ അടുത്ത പോയിന്റ് ആണ് അഡിക്റ്റീവ് നേച്ചർ ഓഫ് ചാർജ്. പ്രോപ്പർട്ടീസിൽ പറഞ്ഞ തന്നെ അഡിക്റ്റീവ് നേച്ചർ ഓഫ് ചാർജ്. ചാർജുകളെ നിങ്ങൾക്ക് കൂട്ടാം. ചാർജ് ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. നിങ്ങൾ ചോദിക്കേണ്ടതാണ്, ചാർജ് ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി ആണ്, SI യൂണിറ്റ് കൂളോമാണ്. സ്കെലാർ ക്വാണ്ടിറ്റി ആണ്, അത് സാധാരണ കൂട്ടുന്ന പോലെ കൂട്ടാം. പക്ഷെ പോസിറ്റീവും നെഗറ്റീവും ശ്രദ്ധിച്ചോളൂ. അപ്പൊ നമ്മൾ ഒരു സിസ്റ്റത്തിൽ ഇതാണ്, ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്, ഇങ്ങനെ ഒരു സ്ഥലം വിചാരിക്കാം. അവിടെ +1 കൂളോം ഉണ്ട്, -2 കൂളോം ഉണ്ട്, +3 കൂളോം ഉണ്ട്. ഇങ്ങനെ 3 ചാർജുകൾ ഇരിക്കും. ഇത് +1 കൂളോമാണ്, ഇത് -2 കൂളോമാണ്, +3 കൂളോമാണ്. ആകെ എത്ര ചാർജ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ കൂട്ടുന്ന പോലെ കൂട്ടാം. +1 -2 +3. ഉത്തരം എത്രയാ? 3 1 4 -2 2 കൂളോം. +2 കൂളോമാണ് ഉത്തരം. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും കൺസിഡർ ചെയ്തുകൊണ്ട് ചാർജുകളെ തമ്മിൽ കൂട്ടാം. ചാർജ് സ്കെലാർ ക്വാണ്ടിറ്റിയാണ്, ഡയറക്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അഡിക്റ്റീവ് നേച്ചർ ആണ്. സാധാരണ സംഖ്യകൾ കൂട്ടുന്ന പോലെ കൂട്ടാം, പക്ഷേ പോസിറ്റീവും നെഗറ്റീവും കൺസിഡർ ചെയ്തു. ഇതൊക്കെയാണ് ചാർജിന്റെ പ്രോപ്പർട്ടീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ്. എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന്, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. എല്ലാ ചാർജും ഒരു വസ്തുവിന് സ്വീകരിക്കാൻ പറ്റില്ല. ഒരു വസ്തുവിന് കിട്ടാവുന്ന ചാർജ് ക്വാണ്ടൈസ്ഡ് ആണ്. ഫണ്ടമെന്റൽ ഇലക്ട്രോൺ ചാർജിന്റെ ഇന്റിജർ മൾട്ടിപ്പിൾസ് ആണ്. Q = ± NG ആണ്. N ഇന്റിജർ ആണ്. E എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁹ കൂളോം ആണ് മിനിമം ചാർജ്. രണ്ടാമത്തത്, ഈ ചാർജുകൾ പരസ്പരം കണ്ടാൽ ഇന്ററാക്ട് ചെയ്യും. പരസ്പരം നിങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്ന പോലെ, നമ്മൾ മനുഷ്യന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷൻ റിപ്പൾഷൻ ഒക്കെ ചെയ്യുന്ന പോലെ ചാർജുകളും പരസ്പരം അട്രാക്ഷൻ റിപ്പൾഷൻ ചെയ്യും. ഒരേപോലുള്ള ചാർജുകൾ ലൈക്ക് ചാർജസ് ആണെങ്കിൽ കണ്ടാൽ റിപ്പൾ ചെയ്യും, അൺലൈക്ക് ആയിട്ടുള്ള ചാർജുകൾ കണ്ടാൽ അട്രാക്ട് ചെയ്യും. മൂന്നാമത്തെ സ്വഭാവം കൺസർവേഷൻ ഓഫ് ചാർജ്. ആകെ ചാർജ് എപ്പോഴും കൺസർവ്ഡ് ആണ്. നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ സാധിച്ചിട്ടില്ല, പക്ഷെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. നാലാമത്തെ പോയിന്റ് അഡിക്റ്റീവ് നേച്ചർ ഓഫ് ചാർജസ്. ഓക്കെ, അപ്പൊ ഇതാണ് ചാർജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്തൊരു വാക്ക് ഞാൻ പറയാൻ പോവാണ്, ദാറ്റ് ഈസ് ഇലക്ട്രോസ്കോപ്പ്. നിങ്ങൾ ഇത് സ്കൂൾ കേട്ടിട്ടുണ്ട്, ഇലക്ട്രോസ്കോപ്പ്. 9ാം ക്ലാസ് പഠിച്ചതാ. ഇലക്ട്രോസ്കോപ്പ് എന്താണ്? ഇലക്ട്രോസ്കോപ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ. ചാർജ് ഉണ്ടോ എന്ന് അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഫിസിക്സിൽ ഒരു വസ്തു ചാർജഡ് ആണോ എന്ന് അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്. ചാർജ് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്. ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു പാത്രം ഉണ്ടാവും, അതിനുള്ള ഒരു ദണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഈ ദണ്ടിന്റെ തട്ടത്ത് 2 ലീഫുകൾ ഉണ്ടാവും. ഗോൾഡിന്റെ ലീഫാണ്. ലീഫ് എന്ന് പറഞ്ഞാൽ ഇല, പച്ചയിലല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്വർണം കൊണ്ടുണ്ടാക്കിയ 2 ഇലകൾ. ഇവിടെ ഇങ്ങനെ ഒരു പിടുത്തം ഉണ്ടാവും. ഇനി നിങ്ങളുടെ കയ്യിൽ ചാർജുള്ള ഒരു വസ്തു ഉണ്ട് വിചാരിക്കാം. ആ ചാർജുള്ള വസ്തു ഇതിന്റെ മുകളിൽ മുട്ടിച്ചാൽ അപ്പൊ ഈ ഇലകൾ അങ്ങനെ അകലും, അല്ലെങ്കിൽ ഈ ഇലകൾ ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ ഇരിക്കും. ചാർജുള്ള വസ്തു മുട്ടിയാൽ ആ ചാർജ് ഇത് കൂടെ വരും. അപ്പൊ ഈ ഇലകൾക്ക് 2 ആൾക്കാർക്ക് ഒരേ ചാർജ് കിട്ടും. ഒരേ ചാർജ് കിട്ടിയാൽ ഉടനെ തന്നെ അവരെന്ത് ചെയ്യും? റിപ്പൾ ചെയ്യും. അപ്പൊ 2 ചാർജുകൾ ഇങ്ങനെ വികസിക്കും. ഇവര് നല്ലോണം വികസിച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥം നല്ലോണം ചാർജ് കിട്ടി. കാര്യമായിട്ട് വികസിച്ചിട്ടില്ലെങ്കിൽ അർത്ഥം, അതിങ്ങനെ വിടർന്നിട്ടില്ലെങ്കിൽ അർത്ഥം കുറച്ച് ചാർജ് കിട്ടിയുള്ളൂ. അവർ വിടർന്നിട്ടേ ഇല്ലാതായിരിക്കാം. ഈ 2 ഇലകൾ ഒട്ടിപ്പിടിച്ച് കിടക്കുകയാണെങ്കിൽ അതിനർത്ഥം ചാർജ് ഒന്നും ഇവിടെ വന്നിട്ടില്ല. അപ്പൊ ചാർജ് ഉണ്ടെങ്കിൽ ഈ ഇലകൾക്ക് 2 ആൾക്കാർക്ക് ഒരേ ചാർജ് കിട്ടുകയും റിപ്പൾ ചെയ്യുകയും ചെയ്യും. അതിൽ നിന്ന് വിടരും. ഇങ്ങനെ ഒരു ഇല ഇരിക്കുകയാണെങ്കിൽ ഇതിലേക്ക് ചാർജ് വന്നാൽ 2 ആൾക്കാർക്ക് ഒരേ ചാർജ് അല്ലേ വരിക, ഇങ്ങോട്ട് റിപ്പൾ ചെയ്യും. അതേ സമയത്ത് ചാർജ് ഒന്നും വന്നില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. നല്ലോണം ചാർജ് വന്നാൽ നല്ല അകലും, കുറച്ച് ചാർജ് വന്നില്ലെങ്കിൽ കുറച്ച് അകലും. അതാണ് ഈ അപ്പാരറ്റസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്കോപ്പ്. അവിടെ ഉപയോഗിക്കുന്ന ഗോൾഡ് ലീവ്സ് ആണ്. ഗോൾഡ് ആണ് അവിടെ ഉപയോഗിക്കുക. ആ ഗോൾഡ് ലീവ്സ് നന്നായിട്ട് സെപ്പറേറ്റഡ് ആയാൽ ചാർജ് നല്ലോണം വന്നിട്ടുണ്ട്. കുറച്ചേ വന്നിട്ടുള്ളെങ്കിൽ അവർ കുറച്ച് സെപ്പറേഷൻ ആവും. ചാർജ് ഒന്നും ഇല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിച്ചിരിക്കും. എന്താണെങ്കിലും അത് നിങ്ങൾക്ക് പുസ്തകത്തിലെ അതിന്റെ ചിത്രങ്ങളും കാര്യങ്ങളുണ്ട്. ഇപ്പൊ തൽക്കാലം വാക്ക് ഓർമ്മിക്കുക. ചാർജ് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ, ചാർജിനെ അളക്കാൻ ഉപയോഗിക്കുന്ന ഫിസിക്സിലെ ഉപകരണത്തിന്റെ പേരാണ് ഇലക്ട്രോസ്കോപ്പ്. ബേസിക് ആയിട്ടുള്ള കാര്യം നേരത്തെ പറഞ്ഞ ലൈക്ക് ചാർജസ് റിപ്പൾ എന്ന് പറയുന്ന കാര്യം. ഒരു പോയിന്റും കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു വസ്തുവിന് ചാർജ് കിട്ടാൻ ഫ്രിക്ഷൻ ആണ്. അതിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞത്. ഇനി ഫ്രിക്ഷൻ അല്ലാതെ 2 വഴികൾ കൂടി ഉണ്ട്. അതിൽ ആദ്യത്തെ വഴിയാണ് കണ്ടക്ഷൻ. അത് ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നില്ല, അടുത്ത ചാപ്റ്ററിൽ പറയുന്നില്ല. കറന്റ് ഇലക്ട്രിസിറ്റിയിൽ പറയുന്നതാണ് കണ്ടക്ഷൻ, മലയാളത്തിൽ ചാലനം. ശ്രദ്ധിക്കുക, എന്റെ കയ്യില് ഒരു പ്ലേറ്റ് ഉണ്ട്. ഒരു പ്ലേറ്റ് ആയിട്ടാണ് കാണിച്ചിട്ടാ. ഈ പ്ലേറ്റിന് ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജാണ്.
6 ചാർജ് ഞാൻ 6 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടതാണെന്ന് കരുതിക്കോ. 6 ചാർജ് പോസിറ്റീവ് കാണിച്ചു. ഈ പ്ലേറ്റിന്റെ പേര് പി എന്നാണ്. ഒരു ചാർജും ഇല്ലാത്തൊരു പ്ലേറ്റിനെ ഞാൻ അടുത്തേക്ക് കൊണ്ടുവന്നു. ഇയാൾക്ക് ചാർജ് ഒന്നുമില്ല. ചാർജ് ഇല്ലാത്ത ക്യൂനെ പോസിറ്റീവ് 6 ചാർജുള്ള ഒരു പി എന്ന് പറയുന്ന പ്ലേറ്റിന്റെ അടുത്തെത്തി. എന്നിട്ട് ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടിച്ചു. ഇവരെ തമ്മിലൊന്നും കൂട്ടിമുട്ടി. എന്താ കാര്യം? ടച്ച് ചെയ്യിച്ചു. ടച്ച് ചെയ്യിച്ച ഉടനെ ഇവിടെ ഇരുന്ന പോസിറ്റീവ് ചാർജ് ഇവിടേക്കാ പോകും. ഏതുവരെ? രണ്ട് സ്ഥലത്തും ഈക്വൽ ആവുന്നവരെ. ഇവിടെ ആകെ 6 ചാർജാണുള്ളത്. മെല്ലെ ഒരു 3 പുറത്താ പോയിരിക്കും. മനസ്സിലാവണ്ട? ഇനി ഞാൻ ആ കൂട്ടിമുട്ടിയതാണ് വേർപിടിച്ചു. എന്തായി? ചാർജ് ഉണ്ടാവാതിരുന്ന ക്യൂ എന്ന് പറയുന്ന പ്ലേറ്റിന് 3 പോസിറ്റീവ് ചാർജ് കിട്ടി. ചാർജ് 6 പോസിറ്റീവ് ചാർജ് ഉണ്ടായിരുന്ന പി എന്ന പ്ലേറ്റിന്റെ 3 പോസിറ്റീവ് ചാർജ് കുറഞ്ഞ് 3 പോസിറ്റീവ് ആയി. രണ്ടാൾക്കാരും തുല്യരായി. ഈ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ. അപ്പൊ ഒരയ്ക്കൊന്നും ചെയ്തില്ല. ചാർജ് ഉള്ള ഒരു വസ്തുവിനെ ചാർജ് ഇല്ലാത്തൊരു വസ്തുവുമായി ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്താൽ ചാർജ് ഉള്ള വസ്തുവിൽ നിന്ന് അതേ ചാർജ് ഇല്ലാത്ത വസ്തുവിലേക്ക് നീങ്ങും. ഏതുവരെ? രണ്ടാൾക്കാർക്കും ഒരേ ചാർജ് ആകുന്നത് വരെ. അപ്പൊ ഇയാൾക്ക് നേരത്തെ 6 കൂളോം ചാർജ് ഉണ്ട് വിചാരിച്ചോ? ഞാൻ അങ്ങനെ സംഖ്യ ഒന്നും പറഞ്ഞില്ല. ഇയാൾക്ക് ഒരു ചാർജും ഉണ്ടായിരുന്നില്ല. ഇയാൾക്ക് പ്ലസ് 6 കൂളോം ആയിരുന്നു. ഇയാൾക്ക് ചാർജ് ഉണ്ടായിരുന്നില്ല. കൂട്ടിമുട്ടിച്ച് വേർപെടിച്ചു. കൂട്ടിമുട്ടിച്ചിട്ട് ഇങ്ങനെ വെക്കണമെന്നില്ല. വേർപെടിച്ചു കണ്ടോ? രണ്ടാൾക്കാരും വേറെ തന്നെ. അപ്പൊ ഇയാളുടെ ചാർജ് 6 കൂളോം എന്നുള്ളത് പ്ലസ് 3 കൂളോമായി. ഇയാൾക്ക് 0 കൂളോം എന്നുള്ളത് പ്ലസ് 3 കൂളോമായി. രണ്ടാൾക്കാർക്കും തുല്യമായി ഒരേ ചാർജാണ് വന്നത്. ഓക്കെ. ഇനി വേണമെങ്കിൽ ഇതേ കാര്യം തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. പി എന്നുള്ളത് ഇയാൾക്ക് മൈനസ് ചാർജാണ്. -6 ചാർജാണ്. ഇയാൾക്ക് ചാർജ് ഒന്നുമില്ല. ക്യൂക്ക് ചാർജ് ഒന്നും. രണ്ടാൾക്കാരും ഒന്ന് കൂട്ടിമുട്ടിച്ച ഉടനെ ഇതിൽ നിന്ന് ഒരു 3 നെഗറ്റീവ് ചാർജ് ഇപ്പുറത്തേക്ക് ചാടി പോകും. അപ്പൊ രണ്ടെണ്ണം തുല്യം. ഇനി ഞാൻ വേർപെടിച്ചാൽ ഇയാൾക്ക് ഈക്വൽ 3 നെഗറ്റീവ് ചാർജ് വന്നു. ഇയാൾക്ക് 3 നെഗറ്റീവ് ചാർജ്. അതായത് ഇയാൾക്ക് -6 കൂളോം ഉണ്ടായിരുന്നെങ്കിൽ കൂട്ടിമുട്ടിച്ച് വേർപെടുത്തി കഴിഞ്ഞാൽ ഇയാൾക്ക് -3 കൂളോം കിട്ടും. ഇയാൾക്ക് -3 കൂളോം കിട്ടും. ഇയാൾക്ക് -8 കൂളോം ഉണ്ടായിരുന്നെങ്കിൽ കൂട്ടിമുട്ടിച്ച് വേർപെടിച്ചാൽ രണ്ടാൾക്കാർക്കും -4 കൂളോം ആയിട്ടുണ്ടാവും. ഇതാണ് കണ്ടക്ഷൻ. അപ്പൊ ഒരേ ചാർജ് മറ്റൊരു ചാർജ് ഇല്ലാത്ത വസ്തുവിലേക്ക് ഫിസിക്കൽ കോണ്ടാക്ട് വഴി നീങ്ങുന്നതിനെ പറയുന്ന പേരാണ് കണ്ടക്ഷൻ. ഒരേ ചാർജ് കിട്ടാനുള്ള വഴിയാണ് കണ്ടക്ഷൻ. അപ്പൊ നെഗറ്റീവ് ചാർജ് കിട്ടാൻ നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു പ്ലേറ്റിനായിട്ട് കൂട്ടിമുട്ടിക്കുക. പോസിറ്റീവ് ചാർജ് കിട്ടാൻ പോസിറ്റീവ് ചാർജ് ഉള്ള പ്ലേറ്റിനായിട്ട് കൂട്ടിമുട്ടിക്കുക. ദിസ് ഈസ് കോൾഡ് കണ്ടക്ഷൻ. അപ്പോഴാണ് അടുത്ത വരി, ദാറ്റ് ഈസ് കോൾഡ് ഇൻഡക്ഷൻ. മലയാളത്തിൽ കണ്ടക്ഷന് ചാലനം, ഇൻഡക്ഷന്റെ മലയാളം അർത്ഥാണ്. ഇൻഡക്ഷന്റെ മലയാളം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിക്കാൻ പോണ ആൾക്കാരാ. പ്രേരണം, പ്രേരിപ്പിക്കുക. ഇവിടെ ചാലനമായിരുന്നു, ഇവിടെ പ്രേരണമാണ്. എന്താ അവിടെ ഉണ്ടാവുക? ശ്രദ്ധിച്ചോ, നന്നായി മനസ്സിലാക്കാം. കൂട്ടിമുട്ടിക്കുന്നില്ല. ഒരു പ്ലേറ്റ് പി എന്നുള്ള പ്ലേറ്റ് അയാൾക്ക് പോസിറ്റീവ് ചാർജ് ഉള്ള പ്ലേറ്റ് ആണ്. ഇപ്പൊ ഞാൻ 3 പോസിറ്റീവ് കാണിച്ചത്. ഇയാളുടെ അടുത്തേക്ക് ക്യൂ എന്നുള്ള പ്ലേറ്റിനെ കൊണ്ടുവന്ന് വെച്ചു. ക്യൂക്ക് ചാർജ് ഒന്നുമില്ല. നേരത്തെ ചാർജ് ഇല്ലാത്ത ക്യൂ കൂട്ടിമുട്ടിച്ചപ്പോഴാണ് 3 ചാർജ് ആണെങ്കിൽ 1.5 ചാർജ് അങ്ങോട്ട് പോകും. ഇവിടെ കൂട്ടിമുട്ടിക്കുന്നില്ല, അടുത്ത് വെച്ചു. ക്ലോസ് കോണ്ടാക്ട് ആണ്, അകലെയൊന്നല്ല, അടുത്താണ്, പക്ഷെ മുട്ടിയില്ല. ഈ പോസിറ്റീവ് ചാർജ് എന്താ ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഈ പ്ലേറ്റിലൊക്കെ ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ട്. ടോട്ടൽ ഇലക്ട്രോൺസും പ്രോട്ടോൺസിന്റെ എണ്ണം തുല്യമായതുകൊണ്ടാണല്ലോ ക്യൂ പൂജ്യമായിട്ട് നിൽക്കുന്നത്, ചാർജ് ഇല്ലാതെ. ഈ പോസിറ്റീവിനെ കാണുമ്പോൾ ഇലക്ട്രോൺസിന് ഒരു ഇളക്കം. ചില ആൾക്കാരെ കാണുമ്പോൾ ഒരു ഇളക്കം ഉണ്ടാവും. അതേപോലെ ഇവിടെ ഒരു പോസിറ്റീവ് വന്നിരുന്നപ്പോ അയൽപക്കത്ത് കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടീനെ കണ്ടപ്പോ അയൽവാസിയായിട്ടുള്ള ആൺകുട്ടിക്ക് ഒരു ഇളക്കം എന്ന് പറയുന്ന പോലെ ഇവിടെ ഈ പോസിറ്റീവിനെ കണ്ടപ്പോ ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺസ്, ഇതിന്റെ മുകളിലുള്ള ഇലക്ട്രോൺസിന് ഒരു ഇളക്കം വന്നു. ആ ഇളക്കം കാരണം മെല്ലെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് നീങ്ങി. എല്ലാവരും ജനലിന്റെ അടുത്ത് ഇങ്ങനെ വന്നു നോക്കുക. ആരാപ്പുറത്ത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി ഉണ്ടല്ലോ. അപ്പൊ അതിനെ കാണാൻ വേണ്ടിയിട്ട് മെല്ലെ വീടിന്റെ തട്ടത്തേക്ക് വന്ന പോലെ, ജനലിന്റെ അടുത്തേക്ക് വന്ന പോലെ ഇവിടെയൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഇലക്ട്രോൺസ് മെല്ലെ ഇങ്ങോട്ട് ഇതിന്റെ അടുത്തേക്ക് വന്നു. നോക്കൂ, ഇതിന്റെ അടുത്തേക്ക് വന്നാൽ എന്താ സംഭവിക്കുക? ഈ ഭാഗത്ത് ഒരു ഇലക്ട്രോൺസിന്റെ ധാരാളിത്തം വന്നു, അല്ലെ? ഒരു ഇൻക്രീസ് ഇൻ ഇലക്ട്രോൺസ് ഈ ക്യൂ എന്നുള്ള. പുറത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടോ, ചാടാനും പറ്റില്ല, വീട്ടിൽ നിന്ന് ചാടാൻ വയ്യ. പക്ഷെ അടുത്തേക്ക് വന്നതോടുകൂടി ഇവിടെ ഒരു ഈക്വൽ നെഗറ്റീവ് ചാർജ് വന്നു. ഇവിടെ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടിയപ്പോ ഈക്വൽ നെഗറ്റീവ് ചാർജ് ഇവിടെ വന്നു. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇവിടെ കിട്ടിയിരുന്ന ഇലക്ട്രോൺസ് ആണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ അത്രയും നഷ്ടം ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇവിടെ ഈക്വൽ പോസിറ്റീവും വന്നിട്ടുണ്ടാവും. അപ്പോ ക്യൂ എന്ന് പറയുന്ന പ്ലേറ്റിന്റെ പി എന്നുള്ള പ്ലേറ്റിനോട് അടുത്തിരിക്കുന്ന ഭാഗത്ത്, ഈ പി എന്നുള്ള പ്ലേറ്റ് ആണ് പോസിറ്റീവ്ലി ചാർജ്. പിയുടെ അടുത്തിരിക്കുന്ന മുഖത്ത്, 2 മുഖം ഉണ്ടാവല്ലോ ഏതൊരു പ്ലേറ്റിനും, പിന്നോട് ചേർന്നിരിക്കുന്ന മുഖത്ത് നെഗറ്റീവ് ചാർജും അതിന്റെ അപ്പുറത്തെ സൈഡില് ഈക്വൽ പോസിറ്റീവ് ചാർജും ഉണ്ടാവും. അതൊക്കെ ഈ പോസിറ്റീവ് ചാർജിന് അനുസരിച്ച് തന്നെ
ഇതിന്റെ എണ്ണം തന്നെയാണ് ഇവിടെ ഉണ്ടാവും. അപ്പൊ ക്യൂക്ക് ഇപ്പൊ നെഗറ്റീവ് എന്നിട്ട് ഷിഫ്റ്റ് ചെയ്ത് പോസിറ്റീവ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇനി ഞാൻ ആ ക്യൂവിനെ ഇങ്ങനെ ഇരിക്കുന്ന ക്യൂവിനെ പിടിച്ച് ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് എർത്ത് ചെയ്തു. എന്താ എർത്ത് ചെയ്യുക നമ്മൾ എങ്ങനെ കാണിക്കും? എർത്ത് ചെയ്യുക. വീട്ടിൽ നിങ്ങൾ എർത്തിങ് കണക്ഷൻ എടുത്തിട്ടുണ്ടാവും. എർത്ത് ഇല്ലെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഷോക്ക് അടിക്കും. എന്താ എർത്ത് ചെയ്യുക എന്നാൽ ഭൂമിയിലായിട്ട് കണക്ഷൻ കൊടുക്കുക. അപ്പൊ ഈ ക്യൂ എന്ന് പറയുന്ന പ്ലേറ്റിനെ ഞാൻ എന്ത് ചെയ്തു? ക്യൂ എർത്തിനായിട്ട് കണക്ഷൻ കൊടുത്തു. എർത്തിനായിട്ട് കണക്ഷൻ കൊടുത്താൽ ക്യൂവിന്റെ പ്രത്യേകത എന്താ? ഇവിടെ നെഗറ്റീവ് ഉണ്ട്, ഇവിടെ പോസിറ്റീവ് ഉണ്ടായിരുന്നു. ആ പോസിറ്റീവിന്റെ ഭാഗമാണ് ഞാൻ എർത്ത് ചെയ്തത്. അതായത് മറ്റേ സൈഡാണ് എർത്ത് ചെയ്തത്. പി എന്നുള്ള പ്ലേറ്റിന്റെ അടുത്തിരിക്കുന്ന മുഖമല്ല, പിന്റെ അടുത്തിരിക്കാത്ത മുഖം ഞാൻ എർത്ത് ചെയ്തപ്പോ ഈ പോസിറ്റീവിലേക്ക് ഭൂമിയിൽ നിന്ന് ഇലക്ട്രോൺസ് ഓടിക്കേറി വരും. ആ പോസിറ്റീവ് ഒക്കെ ന്യൂട്രലൈസ്ഡ് ആയി, പോസിറ്റീവ് ഇല്ലാതായി. ഓക്കെ, എന്നിട്ട് ഞാൻ ആ എർത്തിങ് ഒഴിവാക്കി. അപ്പൊ ഞാൻ എർത്തി, അപ്പൊ 3 സ്റ്റേജാണ് ഞാൻ കാണിച്ചിട്ട്. അപ്പൊ എർത്ത് ഒഴിവാക്കി. എർത്ത് ഒഴിവാക്കിയപ്പോ ഈ നെഗറ്റീവ് മാത്രം അവിടെ ഉണ്ടായി. ഇങ്ങനെ അപ്പൊ നിങ്ങൾ നോക്കി, ഈ നെഗറ്റീവിനെ ഇവിടുത്തെ ഇലക്ട്രോൺസ് ഭൂമിയിലേക്ക് ഒഴുകി പോയില്ലാണ്. ഇത് പോകാൻ പറ്റില്ല, കാരണം ഈ പോസിറ്റീവ് അട്രാക്ട് ചെയ്ത് നിർത്തിക്കുക. നമ്മുടെ പി എന്ന് പറയുന്ന പ്ലേറ്റിന്റെ പോസിറ്റീവ് ഈ നെഗറ്റീവിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പുറത്ത് ദൂരത്തുണ്ടായിരുന്ന പോസിറ്റീവിലേക്ക് എർത്തിൽ നിന്ന് ഇലക്ട്രോൺസ് ഓടിക്കേറി ന്യൂട്രലൈസ്ഡ് ആയി. ഇനി ആ എർത്ത് ഒഴിവാക്കി, പീനെ അടുത്തുനിന്ന് ഒഴിവാക്കി, ക്യൂ മാത്രമായി. അപ്പൊ ക്യൂ മാത്രമായപ്പോ എന്തായി? നെഗറ്റീവ് ചാർജ്. പി എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജ് ഉള്ള പ്ലേറ്റ് ചാർജ് ഇല്ലാതിരുന്നിരുന്ന ക്യൂവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഒന്ന് എർത്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് ഈക്വൽ നെഗറ്റീവ് ചാർജ് ആണ്. ഇയാൾക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. നേരത്തെ ഇയാൾക്ക് നഷ്ടം ഉണ്ടായി, പിക്ക് പകുതി നഷ്ടം ഉണ്ടായി. ഇവിടെ പിക്ക് ഒരു നഷ്ടമില്ല. പിക്ക് 3 പോസിറ്റീവ് ചാർജ് അപ്പോഴും ഉണ്ട്. പക്ഷെ ക്യൂക്ക് ഈക്വൽ ഓപ്പോസിറ്റ് ചാർജ് കിട്ടി. ദിസ് ഈസ് കോൾഡ് ഇൻഡക്ഷൻ. അപ്പോ പോസിറ്റീവ് ചാർജ് ഉള്ള പ്ലേറ്റ് ഒരു ചാർജ് ഇല്ലാത്ത പ്ലേറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ ആ പോസിറ്റീവ് പ്ലേറ്റിന്റെ അടുത്തിരിക്കുന്ന മുഖത്ത് ഈക്വൽ നെഗറ്റീവ് ചാർജും മറ്റേ മുഖത്ത് ഈക്വൽ പോസിറ്റീവ് ചാർജും ഉണ്ടാവും. അത് എർത്ത് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് അതൊക്കെ മാറ്റി വെച്ചാൽ ആ വസ്തുവിന്, ആ ബോഡിക്ക് നെഗറ്റീവ് ചാർജ് കിട്ടി. ആരുടെ? പോസിറ്റീവ് ചാർജ് ഉള്ള ബോഡിയുടെ അതേ ചാർജ്, പക്ഷെ നെഗറ്റീവ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ഇനി നിങ്ങൾക്ക് ഒരു വസ്തുവിനെ നെഗറ്റീവ് ചാർജ് ആക്കണം വിചാരിക്കുക. ഈ പറഞ്ഞ കേസിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ചാർജ് ആക്കാനാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഒരു ചിത്രം വരയ്ക്കുക? അതുകൂടി പറയുമ്പോൾ നമുക്ക് മനസ്സിലായി. പി നെഗറ്റീവ് ചാർജ് ഉള്ള പ്ലേറ്റ് ആണ്. ഇതിന്റെ അടുത്തേക്ക് ചാർജ് ഒന്നും ഇല്ലാത്ത ക്യൂവിനെ കൊണ്ടുവന്നു. നെഗറ്റീവ് ചാർജ് വന്നപ്പോൾ അടുത്ത് ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ പോസിറ്റീവായി. എന്താ കാരണം? ഇവിടെ ഇരുന്ന ഇലക്ട്രോൺസ് ഈ നെഗറ്റീവിനെ കണ്ട് റിപ്പൾഡ് ആയി. ഇലക്ട്രോൺസും എല്ലാം ഇവിടേക്ക് നീങ്ങി. ഈ നെഗറ്റീവ് ഇവിടെ ഉള്ള ഇലക്ട്രോൺസിനെ തള്ളി അങ്ങോട്ട് തട്ടുന്നേക്കാക്കി. സ്വാഭാവികമായിട്ട് ഇവിടെ നെഗറ്റീവ് കൂടി. ഓക്കെ, ഇനി ഈ ഭാഗം ഒന്ന് എർത്ത് ചെയ്തു. ഒക്കെ ഞാൻ ഒറ്റ ചിത്രത്തിൽ വരയ്ക്കാം. എർത്ത് ചെയ്തോടുകൂടി ഈ ഇലക്ട്രോൺസ് മുഴുവൻ ഭൂമിയിലേക്ക് പോയി. എന്നിട്ട് ഞാൻ എർത്ത് ഒഴിവാക്കി. അപ്പൊ ഈ ഇലക്ട്രോൺസ് ക്യാൻസൽ ചെയ്ത് പോയി. ഇനി ക്യൂക്ക് എന്ത് ചാർജ് ആയിപ്പോ? പോസിറ്റീവ് ചാർജ്. അപ്പൊ പിക്ക് നെഗറ്റീവ് ചാർജ് ഉള്ള ആളെ അടുത്ത് കൊണ്ടുവന്നപ്പോ ക്യൂക്ക് ഈക്വൽ പോസിറ്റീവ് ചാർജ് കിട്ടി. പോസിറ്റീവ് ചാർജ് ഉള്ള അടുത്ത് കൊണ്ടുവന്നപ്പോ ഈക്വൽ നെഗറ്റീവ് ചാർജ് കിട്ടി. നേരെ ഓപ്പോസിറ്റ് ചാർജ് കിട്ടുന്നതിനെ എങ്ങനെയാണ്? ദർ ഈസ് നോ ഫിസിക്കൽ കോൺടാക്ട്. നേരത്തെ കണ്ടക്ഷനിൽ ഫിസിക്കൽ കോൺടാക്ട് ഉണ്ടായിരുന്നു, ഇവിടെ ഫിസിക്കൽ കോൺടാക്ട് ഇല്ല. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ഇൻഡക്ഷൻ. Without any physical contact, equal and opposite charges are induced on the body. That process is called induction. അപ്പോ -3 കൂളോം കിട്ടാൻ +3 കൂളോം ഉള്ള ഒരു ബോഡി അടുത്തുകൊണ്ടുവന്ന ചാർജ് തുടരുത്. മനസ്സിലാവുണ്ടോ? എന്നിട്ടൊന്ന് എർത്ത് ചെയ്യും വേണം. ഇതാണ് ഇൻഡക്ഷൻ. കണ്ടക്ഷൻ എന്താണ്? +3 കൂളോം ഉണ്ട്, വേറൊരു ബോഡി ചാർജ് ഇല്ലാത്ത ബോഡിനായിട്ട് കൂട്ടിമുട്ടിച്ചാൽ രണ്ടാൾക്കാർക്കും +1.5 കൂളോം ആയിട്ട് മാറും. അപ്പൊ മറ്റേ +1.5 കിട്ടി, എനിക്കും +1.5. ഇതാണ് കണ്ടക്ഷൻ. അപ്പൊ ചാർജ് ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങിപ്പോയിട്ടുണ്ട്. രണ്ടാൾക്കാർക്കും ഈക്വൽ ആവുന്നവരെ ചാർജ് മാറും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണ്ടായത്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ആണ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഇൻഡക്ഷൻ. ഇത് രണ്ടാമത്തെ ചാപ്റ്ററിൽ, അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അവസാന ഭാഗത്ത് നന്നായിട്ട് നമുക്ക് ഇത് പഠിക്കാണ്ട്. അത് കപ്പാസിറ്റർ എന്ന് പറയുന്ന ഭാഗത്തിന്റെ പ്രിൻസിപ്പിൾ ആണ്. കപ്പാസിറ്ററിന്റെ പ്രിൻസിപ്പിൾ ആണ് ഇൻഡക്ഷൻ. അത് നമ്മൾ അവിടെ വിശദമായിട്ട് വീണ്ടും പറയും. ഇപ്പൊ തൽക്കാലം ഇത്രയും കേൾക്കുക. ഞാൻ പറഞ്ഞു വന്നത് there are 3 process for charge. ചാർജ് ഉണ്ടാക്കാൻ, ഒരു വസ്തുവിനെ ചാർജ് ചെയ്യാൻ 3 വഴികൾ ഇപ്പൊ ഞാൻ പറഞ്ഞു. ഒന്ന് ഉരയ്ക്കുക, 2 വസ്തുക്കൾ എടുത്തിട്ട് ഫ്രിക്ഷൻ. അപ്പോ ഫ്രിക്ഷൻ കാരണം ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ട ആൾക്ക് പോസിറ്റീവും കിട്ടിയ ആൾക്ക് നെഗറ്റീവും. രണ്ടാമത്തെ പ്രോസസ്സ് കണ്ടക്ഷൻ. ചാർജ് ഉള്ള വസ്തു ചാർജ് ഇല്ലാത്ത വസ്തുവിനായിട്ട് കോൺടാക്ട് ചെയ്താൽ ആ ചാർജ് മറ്റേ വസ്തുവിലേക്ക് ഈക്വൽ ആകുന്നത് വരെ ഒഴുകും. ദാറ്റ് ഈസ് കോൾഡ് കണ്ടക്ഷൻ. മൂന്നാമത്തെ പ്രോസസ്സ് ഇൻഡക്ഷൻ. ചാർജ് ഉള്ള വസ്തുവിന്റെ അടുത്തിരിക്കുന്ന ചാർജ് ഇല്ലാത്ത വസ്തുവിലേക്ക് ഫിസിക്കൽ കോൺടാക്ട് ഇല്ലെങ്കിൽ അടുത്ത് വെച്ചാൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അതാണ് ഇൻഡക്ഷൻ. എന്തു തന്നെ ആയാലും there are 2 types of charges. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞ പോലെ പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ്. ഒരു വസ്തുവിന് കിട്ടാവുന്ന ചാർജ് ക്വാണ്ടൈസ്ഡ് ആണ്. Q = +or- NE. ചാർജ് കൺസർവ്ഡ് ആണ്. ലൈക്ക് ചാർജസ് റിപ്പൽ, അൺലൈക്ക് ചാർജസ് അട്രാക്ട്. ചാർജുകളൊക്കെ നിങ്ങൾക്ക് കൂട്ടാം. സ്കെലാർ ക്വാണ്ടിറ്റി ആണ്.
ചാർജിന്റെ SI യൂണിറ്റ് കുളൂംബാണ്. ഡയമെൻഷൻ ഫോർമുല പറഞ്ഞില്ലല്ലോ, നിങ്ങൾക്കറിയാം. കറന്റ് ഇസ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം. സ്കൂൾ പഠിച്ചാണ്. നമ്മൾ 3ാമത്തെ ചാപ്റ്ററിലെ ഈ ഫോർമുല എഴുതുള്ളൂ. ഇപ്പൊ എന്താണ് ഡയമെൻഷൻ ഫോർമുലയ്ക്ക് വേണ്ടി എഴുതാം. കറന്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്, ടൈം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. പഠിച്ചു കഴിഞ്ഞു ഡയമെൻഷൻ ഫോർമുലയിൽ. SI സിസ്റ്റത്തിലെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ് ഇലക്ട്രിക് കറന്റ്. അതേപോലെ തന്നെ ടൈം. ചാർജ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ല. അപ്പൊ കറന്റ് സമം ചാർജ് ബൈ ടൈം. സോ തിരിച്ച് ചാർജ് സമം കറന്റ് ഇൻടു ടൈം. കറന്റിന്റെ ഡയമെൻഷൻ ഫോർമുല ക്യാപിറ്റൽ A. ആംബിയർ എന്നുള്ള അർത്ഥത്തിൽ ഇപ്പൊ ഡയമെൻഷൻ ഫോർമുല ആയിട്ടും A എന്ന് എഴുതാം. ആംബിയർ യൂണിറ്റ് ആയിട്ടല്ല ഇപ്പൊ എഴുതിയത്, ഡയമെൻഷൻ ആയിട്ട്. അപ്പൊ കറന്റിന് പകരം A എന്ന് എഴുതി, ടൈമിന് പകരം ക്യാപിറ്റൽ T. അപ്പൊ ഇതാണ് AT ആണ് ചാർജിന്റെ ഡയമെൻഷൻ ഫോർമുല. ഇനി ഞാൻ സാധാരണ ഞാൻ എല്ലാം എഴുതാറ് കറന്റിന്റെ ഡയമെൻഷൻ ഫോർമുല I തന്നെയാണ് കൊടുക്കാറ്. I ആണ് കറന്റിന്റെ ഡയമെൻഷൻ ഫോർമുല ആയിട്ട് കൊടുക്കാറ്. അപ്പൊ I ഇൻറ്റു IT എന്നും ചാർജിന്റെ ഡയമെൻഷൻ ഫോർമുല എഴുതാം. AT എന്നും ചാർജിന്റെ ഡയമെൻഷൻ. കറന്റിന് I ഉപയോഗിക്കാം, A ഉപയോഗിക്കാം. അപ്പൊ കറന്റിന്റെ ഡയമെൻഷൻ ഫോർമുല കിട്ടി, SI യൂണിറ്റ് കിട്ടി, സ്കെലാർ ആണെന്ന് മനസ്സിലായി, സ്വഭാവങ്ങൾ മനസ്സിലായി. തൽക്കാലം ഇന്ന് ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക. അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിൽ ചാർജുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ, ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ്, അട്രാക്ഷൻ, റിപ്പൾഷൻ എത്ര എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക്, അടുത്ത ഫോക്കസ് ഏരിയയിലേക്ക് നമ്മൾ നടക്കും. ഇപ്പൊ തൽക്കാലം ഞാൻ നിർത്തുന്നു, വിടവാങ്ങുന്നു. താങ്ക് യു, ബൈ. Thank you, sir. Thank you, sir. Thank you, sir.